അപ്പോൾ ഫീവറിന് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ ഡ്രഗ് എഴുതിയിരിക്കുന്ന ആസ്പിരിനാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു ആസ്പിരിൻ വെസ്റ്റേൺ കൺട്രീസിൽ മാത്രം പെയിൻ റിലീഫിനും ഫീവറിനും യൂസ് ചെയ്യാറുള്ളൂ. നമ്മുടെ നാട്ടിലെ ആസ്പിരിൻ്റെ മെയിൻ ഇൻഡിക്കേഷൻ കാർഡിയാക് ആണ്, ക്ലോട്ട് പ്രിവെൻഷൻ, അതായത് വാസ്കുലർ ഡിസീസിൻ്റെ സ്ട്രോക്കും ഹാർട്ട് MIയും പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഡ്രഗാണ് ആസ്പിരിൻ. പെയിൻ റിലീഫിന് ഇപ്പോഴും വേണേൽ യൂസ് ചെയ്യാം, പക്ഷേ പ്രശ്നം അതിനേക്കാളും റിലേറ്റീവ്ലി സൈഡ് എഫക്ട്സ് കുറഞ്ഞ ഡ്രഗ് ഉണ്ട്. പാരസെറ്റമോൾ നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് NSAIDs ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് ആരും ആസ്പിരിൻ ഇതിന് വേണ്ടി യൂസ് ചെയ്യാറില്ല. ഇൻ കേസ് ആസ്പിരിൻ ആണ് നമുക്ക് പെയിൻ റിലീഫിന് അവൈലബിൾ, വേറെ ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ ആസ്പിരിൻ ഇത്തിരി ഹൈ ഡോസിൽ, അത് 325 milligram എന്താണ് ഡിസ്പേഴ്സിബിൾ ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെയിൻ കുറയും. പക്ഷേ പെയിൻ പെരിഫറിയിലെ പെയിൻ കുറയും, വയറിലെ പെയിൻ കൂടും. അതായത് അൾസർ ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ്. അൾസറാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് മെയിനായിട്ട്. അതിൽ ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടാക്കും, കുറച്ചുകൂടെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ബ്ലീഡിങ്, എസ്പെഷ്യലി ബ്ലീഡിങ് അൾസറിനൊക്കെ പറയുമ്പോഴേക്ക് ആസ്പിരിൻ ഓൾമോസ്റ്റ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് ശരിക്കും. അതുപോലെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ചിലർക്ക് ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ചിലപ്പോൾ ആസ്മാറ്റിക്സിൽ ചിലപ്പോൾ ആസ്പിരിൻ വേഴ്സൺ ചെയ്യാം, ആസ്മ ചിലപ്പോൾ വേഴ്സൺ ചെയ്യാനുള്ള. പക്ഷേ റുമറ്റോയിഡ് ആർത്രൈറ്റിക്സ്, അതുമാതിരി റുമാറ്റിക് കണ്ടീഷൻസ് അങ്ങനെയുള്ളതിനകത്തെല്ലാം വേറൊന്നും ഞാൻ പറയാൻ വിട്ടു. ഇത് റുമാറ്റിക് ഫീവറിൻ്റെ അക്യൂട്ട് എപ്പിസോഡിന് ആസ്പിരിൻ ഹൈ ഡോസിൽ കൊടുക്കുന്നത് ഒരു ട്രീറ്റ്മെൻറ്റ് ഇതാണ് ശരിക്കും. അതും ജോയിൻറ്റ് പെയിൻ റിലീഫ് നന്നായിട്ട് കുറയ്ക്കും, കാർഡിയാക് ഇതും സൈമിൾട്ടേനിയസ്ലി കുറയ്ക്കും. അതുകൊണ്ട് അതിന് നല്ലൊരു റോളുണ്ട് ശരിക്കും ആസ്പിരിന്. അതർവൈസ് ആസ്പിരിൻ നമ്മൾ പെയിൻ റിലീഫിനും ഫീവറിനും അങ്ങനെ സാധാരണയായിട്ട് കൊടുക്കാറില്ല. വേറെ ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്. അനാലജിൻ എന്നൊക്കെ പറയുന്നിട്ടൊക്കെ ഇപ്പോൾ യൂസ് ഇല്ല, ആരും യൂസ് ചെയ്യുന്നില്ല. അത് അതിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ കുറേ ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ആരും കൊടുക്കാറില്ല അങ്ങനെ ശരിക്കും. ഡെക്സ്ട്രോപ്രോപ്പോക്സിഫിൻ എന്ന് പറയുന്നുണ്ട്, ഓപ്പിയോയിഡ് അനാൽജസിക്. ഈ രണ്ട് ടൈപ്പ് അനാൽജസിക്സ് നമ്മളാണ്. നോൺ സ്റ്റിറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. അതായത് ആ ഗ്രൂപ്പിൽ പെടുന്ന ഡ്രഗ്സാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഡൈക്ലോഫെനാക്, ബ്രൂഫൻ, അതെല്ലാം ആ ഗ്രൂപ്പിൽ പെടുന്നതാണ്. ഓപ്പിയോയിഡ് ഒരു അനാൽജസിക് ഉണ്ട്. ഓപ്പിയോയിഡിൻ്റെ മെയിൻ ഇത് കുറച്ച് രണ്ട് മെക്കാനിസം ഓഫ് ആക്ഷനാണ്. NSAIDsൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ കുറച്ച് നമ്മുടെ ഇതുണ്ട്, കുറേ ഈ സൈക്ലിക് AMP അങ്ങനെയൊക്കെയുള്ള കുറച്ച് മെക്കാനിസം ഓഫ് ആക്ഷനാണ് അതിൻ്റെ മെയിനായിട്ടുള്ള മെക്കാനിസം. അപ്പം അതിൻ്റെ മെക്കാനിസം ഓപ്പിയോയിഡ് എന്ന് പറയുമ്പോൾ ഓപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് നമ്മുടെ ബോഡിയിലുണ്ട്. അതിന് ഇപ്പം നമുക്ക് രണ്ട് ടൈപ്പ് പെയിനുണ്ട്. ചിലർക്ക് പെയിൻ പെരിഫറൽ ഒരുതരം മസ്കുലോസ്കെലറ്റൽ പെയിന് കൂടുതലും നമ്മൾ NSAIDs ആണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ആ ഇൻഫ്ലമേഷൻ കാരണം ഉള്ള പെയിൻ, അതായത് ഇൻഫ്ലമേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ആ പെയിനും കുറയും. അങ്ങനെയുള്ളതിന് നമുക്ക് NSAIDs നല്ല. വേറൊരു ടൈപ്പ് പെയിനുണ്ട്, വിസറൽ പെയിൻ എന്ന് പറയുന്നത്. വിസറൽ പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കൂടെ വിസറൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അകത്തുള്ള പെയിൻ എന്നാണ് ശരിക്കും. ഇപ്പോൾ വളരെ സിവിയർ പെയിൻ, മയോകാർഡിയൽ ഇൻഫാക്ഷനിലെ പെയിൻ, അത് വിസറൽ പെയിനാണ്. അതുപോലെ തന്നെ ഒരു പാൻക്രിയാറ്റൈറ്റിസിൻ്റെ പെയിൻ, അത് വിസറൽ പെയിനാണ് കുറേ കൂടെ. അതുപോലെ സൈക്കോളജിക്കൽ കമ്പോണൻ്റ് ഉള്ള പെയിൻ, അതൊക്കെ ആ ടൈപ്പ് പെയിൻസിന് കുറേ കൂടെ ഓപ്പിയോയിഡ് പെയിൻ ഇതാണ് കുറച്ചുകൂടെ നല്ലത്. അതുപോലെ ക്യാൻസർ പെയിൻ, വളരെ സിവിയർ പെയിൻ, അത് NSAIDs കൊണ്ടൊന്നും കുറയുന്ന പെയിൻ അല്ല. അങ്ങനെയുള്ള പെയിൻ നമുക്ക് ഈ ഓപ്പിയോയിഡ് അനാൽജസിക്സ് ആണ് നല്ലത്. ഈ ഡെക്സ്ട്രോപ്രോപ്പോക്സിഫിൻ എന്ന് പറയുന്ന ഡ്രഗ്, അതിൻ്റെ പേര് സ്പാസ്മോ പ്രോക്സിവോൺ ഉണ്ട്, അതുപോലെ സ്പാസ്മോ ന്യൂറോവോൺ ഉണ്ട്, പ്രോക്സി ടാബ് ഉണ്ട്, പ്രോക്സി ടാബ് എന്നൊക്കെ പറയുന്നത്. പ്രോക്സി ടാബ് കോമ്പിനേഷനാണ് ശരിക്കും ഡെക്സ്ട്രോപ്രോപ്പോക്സിഫിനും പാരസെറ്റമോളും തമ്മിലുള്ള കോമ്പിനേഷനാണ്. അത് വളരെ നല്ല റിലീഫ്. അതിൻ്റെ അഡ്വാൻറ്റേജ് സൈക്കിക് കമ്പോണൻറ്റ് കുറയ്ക്കും, പേഷ്യന് ആ പെയിൻ റിലീഫ് കുറച്ച് മൊത്തത്തിൽ കുറയുന്നൊരു ഫീലിംഗ് വരും. അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പിന്നെ ഓപ്പിയോയിഡ്സിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. അഡിക്ഷൻ പൊട്ടൻഷ്യലാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ്. ഓപ്പിയോയിഡ്, മോർഫിൻ, ആ ടൈപ്പ് ഡ്രഗ്സ് എല്ലാം പേഷ്യൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് പിന്നെയും കഴിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓപ്പിയോയിഡ്സിന് വേറെ സൈഡ് എഫക്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ നോസിയ, വോമിറ്റിംഗ് കൂട്ടാൻ ചാൻസ് ഉണ്ട്. ഓപ്പിയോയിഡ്സിന് എല്ലാം ഉള്ളതാണ്. പക്ഷേ ഡെക്സ്ട്രോപ്രോപ്പോക്സിഫിനേക്കാൾ ഇപ്പം ട്രമഡോളാണ് കുറേ കൂടെ കോമൺലി അവൈലബിൾ. ട്രമഡോൾ ആണ് ഇപ്പോഴത്തെ അവൈലബിൾ ഡ്രഗ്. അപ്പോൾ ഡെക്സ്ട്രോപ്രോപ്പോക്സിഫിൻ 65 mg 100 mg ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന് സൈഡ് കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ റെസ്പിറേറ്ററി ഡിസീസ്, പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, അതേ ഉള്ളൂ. പിന്നെ വേറെ വലിയ പ്രൊണോസ് ഇതില്ല. പിന്നുള്ളത് ഫെൻഡാനിൽ എന്ന് പറയുന്നത് സിവിയർ ക്യാൻസർ പെയിനൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. കെറ്റോർലാക്ക് വളരെ കോമൺലി യൂസ്ഡ് ആൻഡ് റിലേറ്റീവ്ലി സേഫ്, സൈഡ് എഫക്ട് ഫ്രീ അനാൽജസിക് ആണ്. കെറ്റനോവ്, KETANOV ഇഞ്ചക്ഷൻ ടാബ്ലറ്റ്, ബോത്ത് ആർ അവൈലബിൾ. അപ്പോൾ ഇത് NSAID ആണ്. NSAID ഓപ്പിയോയിഡ് അല്ല, NSAID ആണ്.
അപ്പോൾ ഇതിൻ്റെ NSAIDs-ന്റെ കോമൺ സൈഡ് എഫക്ട്സ്, അതായത് എന്താ പറയുന്നത്, ഇതിൻ്റെ GA സൈഡ് എഫക്ട്സ് വരാം, റെയർലി വരാം. ബ്ലീഡിങ് ടെൻഡൻസി കൂട്ടാം, ബ്രോങ്കോസ്പാസം, ഇതെല്ലാം NSAIDs-ന് ഇനി അങ്ങോട്ട് പറയുമ്പോൾ എല്ലാ NSAIDs-നും ഇത് കോമൺലി വരാം. ബ്രോങ്കോസ്പാസം എന്ന് വെച്ചാൽ ആസ്മ ടെൻഡൻസി വരാം, ആൻജിയോ എഡീമ ചിലർക്ക് വരാം, അലർജി ഉണ്ടാകും, അതൊക്കെ ഇത് ശ്രദ്ധിച്ചോണം. അതുപോലെ ഹാർട്ട് ഫെയിലിയർ, എഡീമ സ്റ്റേറ്റ്സ് ഉള്ളവരിൽ NSAIDs കൊടുത്താൽ വീണ്ടും എഡീമ വേഴ്സൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അത് ശ്രദ്ധിച്ചോണം. പിന്നെ എല്ലാത്തിനും GA, നോസിയ, ഇതെല്ലാം NSAIDs-നുണ്ട്. പക്ഷേ റിലേറ്റീവ്ലി കെറ്റനോവ് സേഫറാണ്, ഇത് കുറവാണ്. ഈ പറഞ്ഞ സൈഡ് എഫക്ട്സ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കെറ്റനോവ്. ഇഞ്ചക്ഷനും ഉണ്ട്, ടാബ്ലറ്റ് ഉണ്ട്. ഒരു പെയിൻ, വളരെ സിവിയർ പെയിൻ, ഒരാളിപ്പം ജോയിൻറ്റ് പെയിൻ ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ നല്ല സിവിയർ ഹെഡേക്ക് ആയിട്ട് ഒരാൾ വരുന്നു, അപ്പോൾ നമ്മൾ അതിന് NSAID ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിൽ സേഫായിട്ടൊരു കെറ്റനോവ് ഇഞ്ചക്ഷൻ കൊടുക്കാം. പാരസെറ്റമോളിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആക്ഷൻ, ഫാസ്റ്റ് ആക്ടിങ് ആൻഡ് റിലീഫ് കിട്ടുന്നത്. മെഫെനാമിക് ആസിഡ്, അത് സ്പെസിഫിക്കലി ഡിസ്മെനോറിയ, അതായത് ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. അത് ഈ പറഞ്ഞ പോലെ യൂട്രസിലെ മെൻസ്ട്രുവേഷൻ സമയത്തുണ്ടാകുന്ന പെയിനാണ് ഡിസ്മെനോറിയ. അപ്പോൾ അതിന് നമ്മൾ മെഫെനാമിക് ആസിഡ് സേഫായിട്ട് കൊടുക്കാവുന്ന ഡ്രഗാണ്. അത് അവിടെ ബ്ലീഡിങ്ങും കുറച്ച് കുറയും, അതുപോലെ ഈ പെയിൻ കുറച്ച് കുറയും. മെഫ്റ്റാൽ കോമ്പിനേഷൻ, ഇതെല്ലാം ഡ്രഗ്സും കോമ്പിനേഷൻ വിത്ത് പാരസെറ്റമോളാണ് ഇപ്പോൾ ഉള്ളത്. മിക്കതും പാരസെറ്റമോളായിട്ട് ഇവർ കമ്പൈൻ ചെയ്യുന്നുണ്ട്. അപ്പം മെഫ്റ്റാൽ പി ഉണ്ട്, മെഫ്റ്റാൽ ഫോർട്സ്, മെഫ്റ്റാൽ സ്പാസ്, ഇതെല്ലാം ഫ്രീക്വൻ്റ്ലി അവൈലബിൾ. ഡിസ്മെനോറിയയ്ക്ക് കൊടുക്കുന്ന ഒരു വളരെ പോപ്പുലർ ഡ്രഗാണ് മെഫ്റ്റാൽ സ്പാസ്. മെഫ്റ്റാൽ സ്പാസിനകത്ത് ഇൻ അഡീഷൻ ടു മെഫെനാമിക് ആസിഡ് ഡൈസൈക്ലോമിൻ ഉണ്ട്. ഡൈസൈക്ലോമിൻ നേരത്തെ ഡിസ്കസ് ചെയ്ത് സ്പാസ്മോഡിക് പെയിൻ കുറയ്ക്കാനുള്ള ഒരു ഡ്രഗാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഉള്ള ഡ്രഗാണ്. പിന്നെ മോർഫിൻ എന്ന് പറയുമ്പോൾ അവൈലബിലിറ്റി വളരെ കുറവാണ്. അത് എടുത്തു വയ്ക്കുന്നതിന് ഹോസ്പിറ്റൽസിന് പലപ്പോഴും എക്സ്ട്രാ ഇതിൻ്റെ ആവശ്യമുണ്ട്, സാധാരണ അങ്ങനെ അവൈലബിൾ ആക്കിയിട്ടില്ല. മോർഫിന് കണ്ടമാനം യൂസസ് ഉണ്ട്, സൈഡ് എഫക്ട്സ് ഉണ്ട്. മോർഫിന് ഓൾമോസ്റ്റ് ഒരു ക്രൂഡ് ഓപ്പിയോയിഡ് അനാൽജസിക്കാണ്. അത് സെൻട്രൽ, നേരത്തെ പറഞ്ഞ സൈക്കിക് കമ്പോണൻറ്റും എല്ലാം കുറയ്ക്കും, പെയിൻ്റെ എല്ലാം വളരെ നല്ല പെയിൻ റിലീഫാണ് ഇതിന്. അപ്പം ഇത് റിസപ്റ്ററിലാണ്, ഓപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് ഉണ്ട്, അതാണ്. പക്ഷെ ഇതിൻ്റെ പെയിൻ കുറയുന്നതോടൊപ്പം ഒരു യൂഫോറിയ ഉണ്ടാക്കും. അതുപോലെ ഡിപ്പെൻഡൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ആളുകൾ ഇത് ഡ്രഗിനെ ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും ഒന്ന് രണ്ടല്ല, പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ക്രൈവ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് പ്രശ്നം. പക്ഷെ വളരെ നല്ല പെയിൻ റിലീഫാണ്. പിന്നെ മിക്കവാറും ഒക്കെയുള്ള ഈ ആനസ്തെറ്റിക് ഇതിനകത്തും സർജിക്കൽ ഓപ്പറേഷൻ തിയേറ്ററിലും അവിടെ ഇവിടേക്ക് മോർഫിൻ്റെ യൂസ് കണ്ടാറുണ്ട്. പിന്നെ ഇതിനകത്ത് പറഞ്ഞു ക്യാൻസർ പെയിൻ, സിവിയർ ടൈപ്പ് പെയിനാണ്. MI വിസറൽ പെയിൻ, ഇതിനെല്ലാം സിവിയർ ടൈപ്പ് പെയിനാണ്. ഈ പെയിനൊക്കെ നമ്മൾ മോർഫിൻ കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. അതിൽ സിക്കിൾ സെൽ ഡിസീസ്, ഇതിനകത്തൊക്കെ പെയിൻ വളരെ സിവിയർ, അത് അനുഭവിച്ചിട്ടുള്ളതൊക്കെ അറിയുള്ളൂ. ആ ടൈപ്പ് പെയിനൊക്കെ നമ്മൾ മോർഫിൻ അല്ലാതെ NSAIDs മാത്രം കൊടുത്തുകൊണ്ടിരുന്ന പേഷ്യൻ്റ് വീണ്ടും പെയിനിൽ കൂടിയിരുന്നിട്ട് അത് വേറെ പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ ഈ ടൈപ്പ് പെയിനൊക്കെ മോർഫിൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. മോർഫിൻ 10 mg 5 mg ഒക്കെയാണ് ഡോസ്. MIയിൽ മോർഫിൻ, ഇത് കാർഡിയാക്കിനകത്ത് മോർഫിൻ ഒരു വളരെ പ്രത്യേക റോളുണ്ട്. മോർഫിന് വേറെ ഈ വാസ്കുലർ എഫക്ട്സും ഉണ്ട്. മോർഫിന് BP കുറച്ച് കുറയ്ക്കുന്ന എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഹാർട്ടിൻ്റെ ഇതിന് വർക്ക് ലോഡ് കുറച്ച് കുറയ്ക്കുന്ന ടെൻഡൻസി. അപ്പോൾ അത് യൂസ്ഫുൾ ആയിട്ടും വരാം. അതുപോലെ സൈഡ് എഫക്ട്സും വരാം. BP കണ്ടവനും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും BP നമ്മൾ കൂട്ടാൻ വേറെ മെഡിസിൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ശ്രദ്ധിച്ചുകൊണ്ട് മോർഫിൻ കൊടുത്ത BP ഫോൾ കോമൺ ആണ്. മോർഫിന് വേറെ സൈഡ് എഫക്ട്സ് വോമിറ്റിംഗ് ആണ്, കണ്ടമാനം വോമിറ്റിംഗ്. മോർഫിൻ്റെ കൂടെ പലപ്പോഴും നമ്മൾ ആൻറ്റി എമറ്റിക്സ് ഉണ്ടെങ്കിൽ കൂടെ കൊടുക്കണം. ഫെനർഗാൻ പലപ്പോഴും കൊടുക്കാറുണ്ട്, പ്രൊമെറ്റാസിൻ കൊടുക്കാറുണ്ട്. പിന്നെ ഡോസ് കൊടുക്കുന്ന കാർഡിയാക്ക് റോൾ ആണെങ്കിൽ നമ്മൾ 2 mg 5 mg കോഷ്യസ്ലി IV കൊടുക്കാം, സബ്ക്യൂട്ടേനിയസ് കൊടുക്കാം. IV കൊടുക്കുമ്പോൾ കുറഞ്ഞ ഡോസിൽ ഫ്രീക്വൻ്റ് ആയിട്ട് മൾട്ടിപ്പിൾ മോണിറ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. മോർഫിൻ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. പലപ്പോഴും ക്യാൻസർ സെൻറ്റേഴ്സിൽ നിന്ന് ക്യാൻസർ പേഷ്യൻസിന് കയ്യിൽ കൊടുത്തു വിടാറുണ്ട്. അവർ ടൈട്രേറ്റ് ചെയ്തതിൻ്റെ ഡോസ് 2-3 ടാബ്ലറ്റൊക്കെ വെച്ച് പലവണയായിട്ട് അവർ കഴിക്കും. ചില പാലിയേറ്റീവ് കെയറിന് ക്യാൻസറിന് കൊടുക്കുന്നവരിൽ മോർഫിൻ ടാബ്ലറ്റ് അവർ കണ്ടവാനും കൊടുത്തങ്ങ് വിടും. കാരണം അവർക്ക് പെയിൻ എങ്ങനെയും കുറഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. കോൺസ്റ്റിപ്പേഷൻ വേറൊരു വലിയ സൈഡ് എഫക്റ്റാണ്. കോൺസ്റ്റിപ്പേഷൻ എടുക്കുന്ന ഓപ്പിയോയിഡ് എന്തെങ്കിലും എടുക്കുന്നുണ്ട്. കൊടീനൊക്കെ മാതിരിയുള്ള ഡ്രഗ് ഉണ്ട്. കൊടീൻ മോർഫിൻ പോലത്തെ ഒരു ഡ്രഗാണ്. കൊടീൻ്റെ യൂസ് ഒന്ന് ആൻറ്റി ഡയറിയലായിട്ട് യൂസ് ചെയ്യും, കോഫ് സപ്രസൻ്റായിട്ട് യൂസ് ചെയ്യും. കൊടീൻ്റെ യൂസ് CODINE, മോർഫിൻ്റെ വേറെ. പക്ഷേ കൊടീൻ്റെ പ്രോബ്ലം കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ അത് കോൺസ്റ്റിപ്പേഷൻ നമുക്ക് യൂസ് വരുന്നത് ഡയറിക്കകത്ത് യൂസ് ചെയ്യാം അങ്ങനെ. പക്ഷേ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം, അങ്ങനെ 2 രീതിയിലും വരാം. പിന്നെ ഉള്ളത് ഈ മോർഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, സബ്ക്യൂ, IV അതൊക്കെ കൊടുക്കാം. അക്യൂട്ട് പൾമണറി എഡീമ വേറെ പറയാൻ വിട്ടു തന്നെ. MI പോലെ തന്നെ കാർഡിയാക്ക് വേറൊരു പ്രോബ്ലമാണ് അക്യൂട്ട് പൾമണറി എഡീമ. അതിനകത്ത് നമ്മൾ മോർഫിൻ നല്ലൊരു ഡ്രഗാണ്. പിന്നെ ക്യാൻസർ പെയിനും സിവിയർ വിസറൽ പെയിനും ഒക്കെയാണ് മോർഫിൻ സാറിന് യൂസ് ചെയ്യുന്നത്. പാരസെറ്റമോളിനെ പറ്റി നമുക്ക് എല്ലാവർക്കും നല്ല ഇതാണ്. പാരസെറ്റമോളിന് ഒരു
അഡ്വാൻറ്റേജ് വളരെ ഫ്രീലി അവൈലബിൾ ആൻഡ് ഏറ്റവും എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി മോസ്റ്റ് കോമൺലി പ്രിസ്ക്രൈബ് ഡ്രഗ് ഇൻ ഇന്ത്യ പാരസെറ്റമോൾ കോമണസ്റ്റ് യൂസ് ഡ്രഗ് സേഫസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ആളുകൾക്ക് അറിയാൻ പാടില്ലാത്തതാണ്. സത്യം പറഞ്ഞാൽ പാരസെറ്റമോളിന് ലിവർ ടോക്സിറ്റി ഉണ്ട്. അതൊരു ഫിക്സഡ് ഡോസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഷുവറാണ് അത് ലിവർ ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളത്. അത് പലർക്കും അറിയില്ല. വെസ്റ്റേൺ കൺട്രീസിൽ എസ്പെഷ്യലി ഇംഗ്ലണ്ടിൽ പാരസെറ്റമോൾ ഒരു സൂയിസൈഡലായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്. നമ്മളൊരു 20 ഗ്രാം പാരസെറ്റമോൾ, അതായത് എന്താണ് ഒരു 50-100 ടാബ്ലറ്റ് പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ ലിവർ പോയിട്ട് ആൾ 100% ഷുവർ മോർട്ടാലിറ്റി ഉള്ള ഡ്രഗാണ്. ഇവിടെ ആരും യൂസ് ചെയ്യാൻ ഒറ്റയടിക്കും. പക്ഷേ ഇവിടെ ആരും യൂസ് ചെയ്യാറില്ല. അങ്ങനെ നമുക്കിവിടെ പലർക്കും അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ അത് എന്താ അതിൻ്റെ ഫ്രീലി അവൈലബിൾ ഡ്രഗ് അല്ലേ, അറിയാം. ഡോസൊക്കെ എല്ലാവർക്കും അറിയാം. 500 മില്ലിഗ്രാം, 250 മില്ലിഗ്രാം, 1 ഗ്രാം. നല്ല പെയിൻ റിലീഫിന് 1 ഗ്രാം കൊടുക്കേണ്ടി വരും. പലർക്കും അത് അറിഞ്ഞൂടാ. എല്ലാവരും 500 മില്ലിഗ്രാം വെച്ച് മാത്രം മാനേജ് ചെയ്യും. പക്ഷേ ഇഞ്ചെക്ഷൻസ് ഉണ്ട്, സപ്പോസിറ്ററി ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഏത് ടൈപ്പ് വേദന വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ പെയിൻ റിലീഫ് അത്ര അങ്ങോട്ട് കാര്യമായ റിലീഫ് ഉണ്ടാകാറില്ല. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ കുറവാണ് പാരസെറ്റമോളിന്. മോർ ഓഫ് എ പെയിൻ കില്ലർ ദാൻ ആൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി. അപ്പം ഇപ്പം ജോയിൻറ്റ് പെയിൻ, നല്ല സിവിയർ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഫ്ലമേഷൻ അത് കുറയില്ല, പെയിൻ മാത്രമേ കുറയുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ പാരസെറ്റമോൾ കൂടെ വേറെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് കമ്പൈൻ ചെയ്തോണം. ഫോർ എക്സാമ്പിൾ ബ്രൂഫിനോ ഡൈക്ലോഫിനൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ എക്സ്ട്രാ കഴിച്ചോണം. പിന്നെ കുഞ്ഞപ്പുറത്ത് പറയുന്നുണ്ട് ഡ്രഗ് ട്രേഡ് നെയിംസ് പറയണ്ടല്ലോ. കാൽപോൾ ഉണ്ട്, ഫെപ്പാനിലുണ്ട്, അതുപോലെ ഡോളോ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇത് പിന്നെ ക്രോസിൻ ആണെങ്കിൽ ആള് ഈ നമ്മളെ അല്ലാതെ തന്നെ നോൺ മെഡിക്കൽ ഇതിനായിട്ട് തന്നെ പോലെ അവൈലബിൾ ആണ് ക്രോസിൻ. ശരിക്കും കാൽപോൾ ആണ് ഫ്രീക്വൻ്റ്ലി പ്രിസ്ക്രൈബ്. ഡോളോ ഇതൊക്കെ തന്നെ മെയിനായിട്ടുള്ള. മെറ്റാസിനും അങ്ങനെ കോമൺ അല്ല പേരല്ല. ഈസിയാണ്. മെറ്റാസിൻ കോമൺ ആണ്. അതുപോലെ ഫെപ്പാനിൽ കോമൺ ആണ്. പിന്നെ കോമ്പിനേഷൻസ് ഉണ്ട്. ഡോളോപാർ, ഡൈനാപാർ. ഈ പാർ എന്ന് പറയുന്നത് പാരസെറ്റമോളിനാണ്. അപ്പോൾ അതിനകത്ത് വേറെ ഡ്രഗ് ഉണ്ട്. ഇപ്പം ഡോളോപാറിനകത്തുള്ളത് പാരസെറ്റമോളും കഫീൻ. ഈ കഫീനിൻ്റെ യൂസ് വേറൊരു കോമൺ ഇൻഡിക്കേഷൻ പറയാൻ പറ്റും, ഹെഡ് ഏക്ക് സിൻഡ്രോം. അതിനെല്ലാം പാരസെറ്റമോളാണ് ഫസ്റ്റ് പ്രിസ്ക്രൈബ് ഡ്രഗ്. കാരണം അതിന് ഹെഡ് ഏക്കിനകത്ത് ഇൻഫ്ലമേഷൻ ഇല്ലല്ലോ. അപ്പോൾ ഹെഡ് ഏക്ക് മാത്രം കുറഞ്ഞാൽ മതി. മൈൽഡ് ഹെഡ് ഏക്ക് ആണെങ്കിൽ പാരസെറ്റമോൾ കൊണ്ട് കുറഞ്ഞു. അപ്പോൾ അതിനകത്തെല്ലാം പാരസെറ്റമോൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ കഫീൻ എന്ന് വെച്ചാൽ വാസോ കൺസ്ട്രിക്ഷൻ. അപ്പോൾ ഹെഡ് ഏക്ക് വാസ്കുലർ കൗസാണ് പറയുന്നത്. അപ്പോൾ വാസ്കുലർ കൗസിന് വാസോ ഡയലേറ്ററി ഫേസിലാണ് ഈ ഹെഡ് ഏക്ക് വരുന്നത്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി കഫീൻ കൊടുക്കും. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഇതുണ്ട്. പിന്നെ ആൻറ്റി കോൾഡ് പ്രിപ്പറേഷൻസ്. ഇപ്പോൾ ആൻറ്റി കോൾഡിനകത്ത് മെയിൻ പ്രോബ്ലം നേസൽ കൺജഷൻ, നേസൽ സെക്രീഷൻ, ഹെഡ് പെയിൻ. അപ്പോൾ ഇത് മൂന്നും കുറയ്ക്കാൻ, പെയിൻ കുറയ്ക്കാൻ പാരസെറ്റമോൾ, നേസൽ കൺജഷൻ കുറയ്ക്കാൻ ഫെനൈലെഫ്രിൻ, നേസൽ സെക്രീഷൻ കുറയ്ക്കാൻ ക്ലോർഫെനിറമിൻ മാലിയേറ്റ് അല്ലെങ്കിൽ CPM എന്ന് പറയും, ആൻറ്റിഹിസ്റ്റമിൻ ഗ്രൂപ്പ്. ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്ത് ആൻറ്റി കോൾഡ് പ്രിപ്പറേഷൻ കണ്ടവാനുണ്ട്. ഡോളോ കോൾഡ് അങ്ങനെയുണ്ട്. ഇപ്പം ഡാർട്ട് എന്ന് പറയുന്നുണ്ട്, അത് ഹെഡ് ഏക്ക് കുറയ്ക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് ട്രേഡ് നെയിംസ് ഉണ്ട്. ഈ ആൻറ്റി കോൾഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ ട്രേഡ് നെയിം ഉണ്ട്. വൈക്കോറിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. വൈക്കോറിനകത്ത് പാരസെറ്റമോൾ ഉണ്ട്, കഫീൻ ഉണ്ട്, CPM ഉണ്ട്, ഫെനൈലെഫ്രിൻ ഉണ്ട്. ഇത് ഹെഡ് ഏക്കിൻ്റെ ഏത് രീതിയിലുള്ള ഹെഡ് ഏക്ക് ആണെങ്കിലും ഇത് കുറയ്ക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ സൈനസിൻ്റെ ഹെഡ് ഏക്ക് ആണെങ്കിലും കുറയ്ക്കാം. അതിൽ ചുമ്മാ ഉള്ള വാസ്കുലർ ഹെഡ് ഏക്ക് ആണെങ്കിലും കുറയ്ക്കാം. കുറച്ച് സെഡേഷൻ ഉണ്ട്. അപ്പോൾ ആൾ ഒരു കംഫർട്ടബിൾ ഫീലിംഗ് ആയിരിക്കും. റൈനോ റെസ്റ്റ് ഉണ്ട്. സ്പാസ്മോപ്രോക്സിയോൺ ഇതുണ്ട്. വളരെ ഫ്രീക്വൻ്റ്ലി യൂസ് ഡ്രഗാണ്. സ്പാസ്മോപ്രോക്സിയോൺ എന്ന് പറയുമ്പോഴേക്കും ഞാൻ നേരത്തെ പ്രോക്സിയോൺ പറഞ്ഞു, അത് ഡെക്സ്ട്രോപ്രോപോക്സിഫിൻ ആണ്. അപ്പം പ്രോക്സിഫിൻ എന്ന് പറഞ്ഞാൽ ഓപ്പിയോയിഡാണ്. ഡൈസൈക്ലോമിൻ ആൻറ്റി സ്പാസ്മോഡി, അസെറ്റമിനോ, അതായത് പാരസെറ്റമോളിൻ്റെ വേറെ പേരാണ് അസെറ്റമിനോഫെൻ. രണ്ടും ഒരേ ഡ്രഗ് തന്നെ. അപ്പോൾ ഇത് മൂന്നുകൂടെ കമ്പൈൻ ചെയ്യാനുള്ള ഗുണം, ഒരാൾ പെയിൻ അബ്ഡോമിനായിട്ട് വരുന്നു കഴിഞ്ഞാൽ ഇത് മൂന്നുകൂടെ ഒന്നിച്ചുള്ള ഡ്രഗ് കൊടുത്താൽ അവരുടെ പെയിൻ പല മെക്കാനിസം കാരണമുള്ളതാണെങ്കിൽ ഇത് കവർ ട്രീറ്റ്മെൻ്റ് ആണ് ശരിക്കും. പിന്നെ കോമ്പിനേഷൻ നേരത്തെ തന്നെ കണ്ടതാണ്. പിന്നെ വേറെ ഡ്രഗ് പെൻറ്റാസോസിൻ 4-in ആണ് അതിൻ്റെ ഫ്രീക്വൻ്റ്ലി യൂസ് ഡ്രഗ്. 4-in-നകത്ത് സത്യം പറഞ്ഞാൽ ഇത് ഇഞ്ചെക്റ്റബിൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇത് ഓപ്പിയോയിഡാണ്. സിവിയർ വിസറൽ പെയിൻ വേണേൽ കൊടുക്കാം. പെയിൻ ഇതിൻ്റെ ഏറ്റവും വലിയ യൂസ് സർജിക്കൽ വാർഡ്സിലാണ്. അപ്പോൾ ഇത് കുറച്ച് സൈഡ് എഫക്ട്സ് ഒക്കെ വരാം, റെയർലി വരാം. പക്ഷേ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് അല്ല. പെത്തിഡിൻ ഇപ്പോൾ നമ്മൾ എല്ലാം കൂടുതൽ കേട്ടിരിക്കുന്നത് ഇപ്പം ഡ്രഗ് അഡിക്ട്സിൻ്റെ ഫേവറേറ്റ് ഡ്രഗാണ്. ഇതെല്ലാം ഓപ്പിയോയിഡ്സ് എല്ലാം ഇതെല്ലാം പെത്തിഡിന് ഓബ്സ്റ്റെട്രിക് യൂസ് ഉണ്ട്. അതുപോലെ തന്നെ സർജിക്കൽ യൂസാണ് മെയിൻലി. ഇത് ഇഞ്ചെക്റ്റബിൾ മാത്രമേ ഉള്ളൂ. സബ്ക്യൂ ഇഞ്ചെക്ഷൻ ഉണ്ട്, IV ഇഞ്ചക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓപ്പിയോയിഡ്സിൻ്റെ എല്ലാം കോമൺലി സൈഡ് എഫക്ട്സ് നേരത്തെ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനെല്ലാം ഒരു സെറ്റ് ഓഫ് സൈഡ് എഫക്ട്സ് ഉണ്ട്. അഡിക്ഷൻ പൊട്ടൻഷ്യലാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ട്രമസാക്ക്, നേരത്തെ പറഞ്ഞു ട്രമഡോൾ.
ട്രമഡോൾ ഇപ്പോഴത്തെ ഏറ്റവും ഫ്രീക്വന്റ് ഒരു ഇതാണ്. ഇപ്പം നമുക്കൊരു ഓപ്പിയേറ്റ് കൊടുക്കണം. നമ്മളിപ്പോൾ NSAIDs കൊടുത്ത് കുറഞ്ഞില്ല, ഒരാൾ നല്ല പെയിനായിട്ട് വന്നു, ഹെഡ് ഏക്കോ അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിനായിട്ട് വന്നിട്ട് അവർക്ക് നമ്മളൊരു കെറ്റനോവ് കൊടുത്തു എന്ന് വെച്ചാൽ കെറ്ററലാക്ക് കൊടുത്തിട്ട് വലിയ എഫക്റ്റ് ഇല്ല. നമ്മൾ പിന്നെയും വേറൊരു ഡ്രഗ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു OPAID നമ്മൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രമഡോൾ നമുക്ക് ട്രൈ ചെയ്യാം. ട്രമഡോളിൻ്റെ ട്രേഡ് നെയിം ട്രമസാക്ക് ഉണ്ട്, TRAM, അൾട്രാസാക്ക് ഉണ്ട്, കോമ്പിനേഷൻ ഉണ്ട്. ഇതിൻ്റെ ട്രാമെക്സ് പി എന്ന് പറഞ്ഞതിനകത്ത് ടാബ്ലറ്റും അവൈലബിൾ ആണ്. ട്രമഡോൾ ഇഞ്ചക്ഷൻസും ഉണ്ട്, ടാബ്ലറ്റ് ഉണ്ട്. ട്രമഡോൾ ഇഞ്ചക്ഷനകത്ത് ടാബ്ലറ്റിനകത്ത് കോമ്പിനേഷൻ ഉണ്ട്. ട്രാമെക്സ് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രാമെക്സ് പി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ട്രമഡോൾ 50 mg ഉണ്ട്, പാരസിറ്റമോൾ ഉണ്ട്. അപ്പോൾ രണ്ട് രീതിയിലുള്ള മെക്കാനിസം ആക്ഷൻ വഴി പെയിൻ കുറഞ്ഞോളും. അതാണ് അതിൻ്റെ യൂസ് ഉള്ളത്. പിന്നെ പാരസിറ്റമോൾ ഈ ആൻറ്റി എമറ്റിക്സുമായിട്ട് കമ്പൈൻ ചെയ്യും, മെറ്റോപ്രലോളുമായിട്ട് കമ്പൈൻ ചെയ്യും. മെറ്റാപ്പാറുണ്ട്. മെറ്റാപ്പാർ എന്ന് വെച്ചാൽ ഈ വാസ്കുലർ ഹെഡേക്സിനൊക്കെ അവർക്ക് വോമിറ്റിംഗ് ഒരു ഫ്രീക്വൻറ്റ് പ്രോബ്ലമാണ്. അപ്പോൾ അവർക്ക് പാരസെറ്റമോളും ഉണ്ട്, മെറ്റോപ്രലോൾ വോമിറ്റിങ്ങും ചെയ്യില്ല, അവർ വോമിറ്റ് ചെയ്യില്ല, ഹെഡേക്കും കുറയും. അതിന് വേണ്ടിയാണ് ഡോംപെരിഡോൺ പാരസെറ്റമോൾ കോമ്പിനേഷൻ. അപ്പോൾ മെറ്റാപ്പാറുണ്ട്, ഡോംപെരിഡോൺ പാരസെറ്റമോൾ, ഡോംപെരിഡോൺ പ്ലസ് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഡോംപാറുണ്ട്. ഡോംപാർ എന്ന് പറയുമ്പോൾ ഡോംപെരിഡോൺ പ്ലസ് പാരസെറ്റമോൾ, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എർഗോട്ടമിൻ നേരത്തെ ഞാൻ പറഞ്ഞു വാസ്കുലർ ആക്ഷൻ. അപ്പം വാസോ കൺസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ആൻറ്റി മൈഗ്രെയിൻ ഡ്രഗായിട്ട് യൂസ് ചെയ്യാം എർഗോട്ടമിൻ. അപ്പം വാസോഗ്രെയിൻ ഉണ്ട്. വാസോഗ്രെയിനകത്ത് സത്യം പറഞ്ഞാൽ എർഗോട്ടമിൻ, കഫീൻ, പാരസെറ്റമോൾ, പ്രോക്ലോർപെറാസിൻ എന്ന് പറയുന്നത് സ്റ്റെമറ്റിൽ നമ്മൾ പോപ്പുലർലി നോൺ ആയിട്ട് ഡ്രഗാണ്. പ്രോക്ലോർപെറാസിൻ എന്നാണ് അതിൻ്റെ ഡ്രഗ്. ഈ 4 ഡ്രഗിൻ്റെ യൂസ് ഓരോന്ന് പറയുകയാണെങ്കിൽ എർഗോട്ടമിൻ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്യും. കഫീൻ കുറേ വീണ്ടും അനദർ കൺസ്ട്രക്ഷൻ, കുറച്ചുകൂടെ മൈൽഡ് കൺസ്ട്രക്ഷൻ. പാരസെറ്റമോൾ പെയിൻ കുറയ്ക്കും. പ്രോക്ലോർപെറാസിൻ ആണെങ്കിൽ ഇതിൻ്റെ ഡിസീനസ് ഒക്കെ കുറയ്ക്കുന്നത്, ഒരു ലാബറിന്തിനെ അങ്ങ് സെഡേറ്റ് ചെയ്യും കുറച്ച്. അപ്പോൾ അതെല്ലാം കൂടെ വരുമ്പോഴേക്ക് ഈ മൈഗ്രെയിൻ ടൈപ്പ് വരുന്നവർക്ക് പല മാനിഫെസ്റ്റേഷൻസാണ്. അവർ വൊമിറ്റ് ചെയ്യും, തലവേദന ഉണ്ട്, ഡിസീനസ് ഉണ്ട്. അതെല്ലാം ഒന്നിച്ച് കുറയ്ക്കാൻ വേണ്ടി വാസോഗ്രെയിൻ, മൈഗ്രാനിൽ അനദർ കോമ്പൗണ്ട്. മൈഗ്രാനിലെ ഗുണം എന്ന് വെച്ചാൽ മൈഗ്രാനിൽ ഒരു ടാബ്ലറ്റ് നാക്കിനടി ഇട്ടിട്ട് ഹെഡേക്ക് മാറുമ്പോഴേക്ക് എടുത്ത് കളയാം, അങ്ങനെ യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ എർഗോട്ടമിൻ എന്ന് പറഞ്ഞ ഡ്രഗിനെ സ്ട്രോക്കിൻ്റെ ടെൻഡൻസി ഉള്ളവർക്ക് അല്ലെങ്കിൽ കണ്ടവന് ഹൈപ്പർ ടെൻഷൻ അൺകൺട്രോൾഡായിട്ടിരിക്കുന്നവർക്ക് ഈ ഡ്രഗ് കൊടുക്കാനേ പാടില്ല. സേഫായിട്ട് സൂക്ഷിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗാണ്. സ്ട്രോക്കിൻ്റെ അല്ലെങ്കിൽ പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കൺട്രോളായിട്ട് ഇല്ല, എൽഡർലിയൊക്കെയാണ്, കഴിവ് ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ സൂക്ഷിക്കണം ഈ ഡ്രഗ്, എർഗോട്ടമിൻ ഒന്ന് സൂക്ഷിക്കുന്നത്. ഫ്ലുനാരിസിൻ അനദർ പോപ്പുലർലി യൂസ് ഡ്രഗാണ്. അത് സൈബീലിയം എന്നാണ് ട്രേഡ് നെയിം. കണ്ടവനെ യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. മൈഗ്രെയിൻ പ്രൊഫൈലാക്സിസ് ആണ് ഇതിൻ്റെ ഉദ്ദേശം. ആൻറ്റി ഹിസ്റ്റമിൻ ഗ്രൂപ്പിൽ പെടുന്നതാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഇൻഡിക്കേഷൻ 10 mg രാത്രിയിൽ ഒരെണ്ണം വെച്ച് കൊടുത്ത് കണ്ടിന്യൂസ് 15 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരില്ല എന്നാണ് പറയുന്നത്. വലിയ യൂസ് ഇല്ല. ഇപ്പോൾ മൈഗ്രെയിൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേറെ ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്. സൈബീലിയം അത്ര, അതുപോലെ വെർട്ടൈഗ് കുറയ്ക്കാനും കൊള്ളാം. അതുപോലെ പിന്നെ പാരസെറ്റമോൾ മെറ്റോക്ലോപ്രമൈഡ് കോമ്പിനേഷൻ മെറ്റോപ്പാറുണ്ട്. പ്രൊപ്രാനോൾ, പ്രൊപ്രാനോൾ ഞാൻ നേരത്തെ ബീറ്റാ ബ്ലോക്ക് ഗ്രൂപ്പിൽ പെട്ടാണെങ്കിൽ അത് പെയിൻ റിലീഫിൻ്റെ ഈ ഗ്രൂപ്പ് എഴുതാൻ കാരണം മൈഗ്രെയിൻ്റെ ഇതിനകത്ത് സിപ്ലാർ LA വേണമെങ്കിൽ യൂസ് ചെയ്യാം. സിപ്ലാർ LA എന്നാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. 40 mg ഉണ്ട്. അത് ദിവസം ഒരെണ്ണം വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരാതിരിക്കും. അപ്പോൾ സൈബീലിയം, പ്രൊപ്രാനോൾ LA, സിപ്ലാർ LA ഒക്കെ മൈഗ്രെയിൻ പ്രൊഫൈലാക്സിസിന് അതെല്ലാം കുറേ നാൾ എടുക്കേണ്ടി വരും. പേഷ്യൻ്റ് ഇത് എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരുന്ന ഫ്രീക്വൻസി കുറയുന്നതാണ് പറയുന്നത്. സുമാട്രിപ്റ്റാൻ ഇതിൽ എഴുതിയിരിക്കുന്നത്. ട്രിപ്റ്റാൻസ് ആണ് അക്യൂട്ട് മൈഗ്രെയിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ്. പെട്ടെന്ന് മൈഗ്രെയിൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരാതിരിക്കുന്ന പറയുന്നത്. പക്ഷേ പലരും മൈഗ്രെയിൻ വന്ന് തുടങ്ങി ഫുള്ളായിട്ട് കഴിഞ്ഞാണ് നമ്മൾ കാണുന്നത്. ഞാൻ ട്രിപ്റ്റാൻസ് യൂസ് ചെയ്യുന്ന അങ്ങനെ കണ്ടിട്ടേ ഇല്ല. നമ്മുടെ നാട്ടിൽ ഇത് എത്രത്തോളം അവൈലബിലിറ്റി ഉണ്ടെന്ന് അറിയാൻ വയ്യ. സുമിനാറ്റ് എന്നൊക്കെ ട്രേഡ് നെയിം എഴുതിയിരിക്കുന്നു. എന്താണ് ഡ്രഗ് എത്ര പോപ്പുലർ അല്ലാത്ത കാരണം പലപ്പോഴും മൈഗ്രെയിൻ ഫുൾ ആയുമ്പോഴാണ് എല്ലാവരും പലപ്പോഴും വരുന്നത്. അതാണ് പ്രശ്നം. ഇതിന് പല രീതിയിൽ ഇത് യൂസ് ചെയ്യാം. ഇൻട്രാനേസൽ പ്രിപ്പറേഷനൊക്കെ ഉണ്ട് ഇതിന്. ഇൻട്രാനേസലിയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അസിക്ലോഫിനൊക്കെ ഇപ്പോഴത്തെ ഒരു ഇത് തന്നെ ആൻറ്റി NSAIDs ഇനിയും വരുന്നുണ്ട്. ഇതിപ്പോൾ NSAIDs ഇനിയും അസിക്ലോഫിനാക്ക് ഇപ്പോഴത്തെ ഒരു ഏറ്റവും പോപ്പുലർ. ഞാൻ നേരത്തെ കെറ്റോർലാക്ക് പറഞ്ഞു, ഇഞ്ചെക്റ്റബിൾ ഒരു NSAID കെറ്റോർലാക്ക്. അതിൽ ഓവറൽ നമ്മൾ പെയിൻ റിലീഫിന് ഒരു പാരസെറ്റമോൾ. അതുപോലെ ഇപ്പോൾ പാരസെറ്റമോളിനേക്കാളും കുറച്ചുകൂടെ നമുക്കൊരു ഹയർ ആക്ഷൻ വേണം, കുറച്ചുകൂടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അസിക്ലോഫിനാക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അത് ഈ ആൻറ്റി റൊമറ്റോയിഡ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണ്. ശരിക്കും ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, എന്ത് ടൈപ്പ് ആർത്രൈറ്റിസ്, ബാക്ക് പെയിൻ, ക്രോണിക് ലോ ബാക്ക് ഏക്ക്, ഈവൻ ഹെഡ് ഏക്ക്, എവിടെ പെയിൻ ഉണ്ടെങ്കിലും അസിക്ലോഫിനാക്ക് കൊടുക്കാം. 100 mg ഡോസ്. കണ്ടവനും ട്രേഡ് നെയിംസ് ഉണ്ട് ഇതിന്.
അപ്പോൾ അതിൻ്റെ ട്രേഡ് നെയിംസ് പോപ്പുലർലി എന്ന് വെച്ചാൽ സിറോഡോൾ ഉണ്ട്, ZERODOL. കോമ്പിനേഷൻസ് ഉണ്ട്, അസിക്ലോഫിനാക് പാരസെറ്റമോൾ കോമ്പിനേഷൻ കണ്ടവനുണ്ട്. ഹൈഫിനാക് വേറൊരു ട്രേഡ് നെയിം, ഡോളോകൈൻഡ് വേറൊരു ട്രേഡ് നെയിമാണ്. ആക്സെൻസ് ഉണ്ട്, ആക്സെൻസ് വണ്ടിയുടെ പേര് ഓർത്തിരുന്നാൽ മതി. പിന്നെ ആക്സെൻറ്റ് പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് മിക്കവാറും പാരസെറ്റമോൾ ആയിരിക്കും ഈ പ്ലസിനകത്ത് കാണുന്നത്. എല്ലാം അങ്ങനെയുള്ള കോമ്പിനേഷൻസ് കണ്ടവനും അസിക്ലോഫിനാക് പാരസെറ്റമോൾ കോമ്പിനേഷൻ ആയിരിക്കണം. ഇപ്പോഴത്തെ നമ്മുടെ വൈറൽ ഫീവർ എപ്പിഡമിക്കിനകത്തൊക്കെ ഈ സിവിയർ പെയിൻ ഹെഡേക്കും കുറയ്ക്കാനൊക്കെ ആയിട്ട് ഏറ്റവും യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്ന് വിചാരിക്കുന്നു. കോമ്പിനേഷൻസ് പി എന്ന് എഴുതിയിരുന്നതാണ്, ഹൈഫനാക് പി എന്നുണ്ടെങ്കിൽ അത് അസിക്ലോഫിനാക് പാരസെറ്റമോൾ. ആക്സൻ പി എന്ന് പറഞ്ഞാൽ അസിക്ലോഫിനാക് പാരസെറ്റമോൾ. ഹെലികോക്സിബ്, കോക്സിബ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുകൾ പണ്ട് ഇടയ്ക്ക് പോപ്പുലറായി വന്നിട്ടെങ്കിലും പിന്നെ യൂസ് മാറി, ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. റോഫികോക്സിബ്, സെലികോക്സിബ് ഒക്കെ കാർഡിയാക്ക് പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ ഒരു കമ്പനി തന്നെ ഇപ്പം നിർത്തിക്കെടുത്തവരുടെ ഇല്ല, കുറവാണ്. ഡൈക്ലോഫിനാക് പോപ്പുലർലി നോൺ ആസ് വോവറാൻ, അത് 50 mg 100 mg ഒക്കെ ഉണ്ട്. സ്ലോ റിലീസ് ഉണ്ട്, സ്ലോ റിലീസ് ആകുമ്പോൾ 100 mg ഉണ്ട്. പോപ്പുലർലി വോവറാൻ എന്ന് പറഞ്ഞ ഡ്രഗാണ്. നല്ല പെയിൻ റിലീഫാണ്. ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്. ഗ്യാസ്ട്രിക് സൈഡ് എഫക്ട്സ് ആണ് കോമൺ. അൾസർ ഉള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ റിസ്ക് ആണ്. ഏത് ടൈപ്പ് ആർത്രൈറ്റിസിനും കൊടുക്കാം, എന്ത് ടൈപ്പ് മസ്കുലോസ്കെലറ്റൽ കംപ്ലൈൻറ്റിനും കൊടുക്കാം, ഈവൻ ഹെഡേക്കിനും കൊടുക്കാം, അത്യാവശ്യത്തിന് കൊടുക്കാം. ഫീവറിനൊക്കെ നല്ല മയാലജിയൊക്കെ ഉള്ളവർക്കും പിന്നെ കൊടുക്കാം. സൈഡ് എഫക്ട്സ് വേറെ ഈ ഗ്യാസ്ട്രിക് ഇതല്ലാതെയും ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ട്. പക്ഷേ ഇതിനൊരു പ്രോബ്ലം, നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇത്തിരി കോമൺ ആണോ എന്ന് സംശയമുണ്ട്. കാരണം ഓവറായ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് മുന്നേ പലരും നമ്മൾ ടെസ്റ്റ് ഡോസ് കൊടുത്തിട്ടേ കൊടുക്കാറുള്ളൂ. ടെസ്റ്റ് ഡോസ് കൊടുക്കാനുള്ള പ്രശ്നം പലപ്പോഴും ചിലപ്പം വല്ല പേഷ്യൻസ് കൊളാപ്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഒക്കെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഇച്ചിങ് വീസിങ് ഉള്ളവർക്ക് സൂക്ഷിച്ച് കൊടുക്കണം, ആസ്മാറ്റിനനുസരിച്ചുള്ളവർക്ക്. അതുപോലെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ് ഉള്ളത്. റീനൽ കോളിക്ക്, നമ്മൾ സ്റ്റോൺ ഡിസീസ് ഉള്ളവർക്ക്, അക്യൂട്ട് റീനൽ കോളിക്ക് വരുന്നവർക്ക് ഇതിൻ്റെ ഓൾമോസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മൾട്ടിപ്പിൾ മെക്കാനിസം ഓഫ് ആക്ഷൻ ഉണ്ട്. ഇതും കോമ്പിനേഷൻ പാരസെറ്റമോൾ കോമ്പിനേഷൻ കണ്ടവനുണ്ട്. ഡൈക്ലോറാൻ എ ഉണ്ട്, ഡൈനാപാർ ഉണ്ട്. ഇതെല്ലാം ഇതിൻ്റെ പാരസെറ്റമോളായിട്ടുള്ള കോമ്പിനേഷനാണ്. പിന്നെ സെറാഷ്യോ പെപ്റ്റിഡേസുമായിട്ട് കോമ്പിനേഷൻ ഉണ്ട്. സെറാഷ്യോ പെപ്റ്റിഡേസ് എന്ന് പറഞ്ഞ ഡ്രഗ് ഈ വൂണ്ട് ഉള്ളവർക്ക്, ഇതിന് ഈ ഡ്രഗിനെല്ലാം ഇതുണ്ട്. വൂണ്ടിനും നമുക്ക് ഈ പറഞ്ഞ ഒരാളിന് ഇഞ്ചുറി ആയിട്ട് വന്നു, അപ്പോൾ അതിന് വൂണ്ട് ഉണ്ടെങ്കിലും ഇത് കൊടുക്കാം. സെറാഷ്യോ പെപ്റ്റിഡേസ് ഈ വൂണ്ടിൻ്റെ ഒക്കെ ഈ എഡീമയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ളൊരു ഡ്രഗാണ്. ശരിക്കും പറഞ്ഞാൽ അത് അതിനുള്ള അഡീഷൻസും അതിന് ചുറ്റിനുള്ള കുറേ എഡീമ കുറേ. അപ്പോൾ ഇതുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതിനുള്ള യൂസ്, ഒരാൾക്ക് വൂണ്ടുമായിട്ട് വന്നു അല്ലെങ്കിൽ ഒരു നല്ല വൂണ്ടൊക്കെ ഫ്യൂച്ചർ ചെയ്ത് വിട്ടിട്ട് നമ്മൾ ഈ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ വൂണ്ട് ഹീലിങ്ങിന് അതിൻ്റെ പെയിൻ റിലീഫ് സൈമിൾട്ടേനിയസ്ലി രണ്ടും കുറയും. അതിൻ്റെ ഗുണമുള്ളത്. പിന്നെ ബ്രൂഫൻ, ഇബുപ്രൂഫൻ എന്നാണ് അതിൻ്റെ പേര്. ശരിക്കും അതിന് പോപ്പുലർലി നോൺ ആസ് ബ്രൂഫൻ, BRUFN. 300 mg 300 mg 600 400 പല ഡോസിൽ അവൈലബിൾ ആണ്. ബേസിക്കലി ഡൈക്ലോഫെനാക് പോലെ തന്നെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനും എല്ലാം ഉണ്ട്. അത് പോപ്പുലർ ഡ്രഗാണ്. കോമ്പിനേഷൻ വിത്ത് പാരസെറ്റമോൾ ഓൾസോ അവൈലബിൾ. പിന്നെ കീറ്റോഫെൻ, ഇൻഡോമെറ്റാസിൻ കുറേ കൂടെ സിവിയർ നല്ല പെയിനാണ്. ആർത്രൈറ്റിസ് പെയിന് വളരെ യൂസ്ഫുൾ ആണ്. അത് മൈക്രോസിഡ്, അതിൽ എന്നൊക്കെ പറയുന്ന ഡ്രഗാണ്. അത് 150 mg 75 mg ഒക്കെയാണ് ഡോസ്. 75 mg 50 mg ഒക്കെയാണ് എൻ്റെ ഡോസ് വരുന്നത്. നല്ല ഗ്യാസ്ട്രിക് ഇൻടോളറൻസ് വരാം. അതായത് ഗ്യാസ്ട്രിക് സൈഡ് എഫക്ട്സ് ഭയങ്കര കോമൺ ആണ് ഓറൽ പ്രിപ്പറേഷൻ. അതുപോലെ നമ്മൾ നല്ല സിവിയർ ആർത്രൈറ്റിസിനൊക്കെ വേണമെങ്കിൽ കൊടുക്കാം ഇൻഡോമെറ്റാസിൻ. നിമിസുലൈഡ് സൈമിൾട്ടേനിയസ്ലി പെയിൻ റിലീഫിനും ഉണ്ട്. അതേസമയം നല്ല ഫീവറിന് കുറയ്ക്കാൻ ഇപ്പോഴും നിമിസുലൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ പൊതുവെ ഇത്തിരി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ യൂസ്. പലരും ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ആയിട്ട് ഫീവർ പാരസെറ്റമോൾ കൊണ്ട് കുറയുന്നില്ലെങ്കിൽ നിമിസുലൈഡ് കുറയാണ്. 100 mg ആണ് ഡോസ്, 50 mg. ചിൽഡ്രനിലെ കഴിവും കൊടുക്കാതിരിക്കാനാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ചിൽഡ്രനിൽ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കോമൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പീഡിയാട്രിക് പ്രാക്ടീസിലുണ്ട് നിമിസുലൈഡ്. പണ്ട് പോപ്പുലർ ആയിരുന്നു NICE
നിമിജസിക് ആണ് ഇതിൻ്റെ ട്രേഡ് നെയിംസ്. നിമുലിഡ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ പോപ്പുലാരിറ്റി ഇത്തിരി കുറഞ്ഞെന്നാണ് തോന്നുന്നത്. അഡൽട്സിൽ പൊതുവെ കുറവാണ് നിമിസിലൈഡ് ഇപ്പോൾ. നൈസ്. പൈറോക്സിക്കാം ഡോളോ നെക്സ് എന്നാണ് ഇതിൻ്റെ ട്രേഡ് നെയിം. ഇഞ്ചക്ഷൻസ് ഉണ്ട്, ടാബ്ലറ്റും ഉണ്ട്, ക്യാപ്സ്യൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പെയിൻ റിലീഫ് ഓൾമോസ്റ്റ് സെയിം ആസ് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഡൈക്ലോഫിനാക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ. പക്ഷേ പൈറോക്സിക്കം ഇഞ്ചക്ഷൻ കുറച്ചുകൂടെ എഫക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ക്ലോർസോക്സസോൺ ഒരു മസിൽ റിലാക്സൻ്റ് ആണ്. ഇത് ഈ ലോ ബാക്ക് ഏക്കിൻ്റെ ഒരു പെയിൻ്റെ ഒരു പ്രധാനമാണ് അവരുടെ മസിൽ സ്പാസമാണ്. അപ്പോൾ ആ സ്പാസം കുറയ്ക്കാൻ വേണ്ടി കോമ്പിനേഷൻ ക്ലോർസോക്സസോൺ പ്ലസ് ബാക്കി ഡൈക്ലോഫിനാക്ക് കോമ്പിനേഷൻ കണ്ടുവന്ന് ഇറങ്ങുന്നുണ്ട്. ഒരു ട്രെയിനിന് മയോസ്പാസ് ഫോർട്ടിനകത്ത് ഡൈക്ലോഫിനാക്ക് ഉണ്ട്, പാരസെറ്റമോൾ ഉണ്ട്, ക്ലോർസോക്സസോൺ. പ്ലെയിൻ മയോസ്പാസിനകത്ത് പാരസെറ്റമോൾ ഉണ്ട്, ക്ലോർസോക്സസോൺ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു അവൈലബിൾ ആണിത്. പവർജെസിക് അങ്ങനെയൊക്കെയുള്ള ഡ്രഗ്സ് ഉണ്ട്. ടിസാനിഡിൻ ഇതേമാതിരി ക്ലോർസോക്സസോൺ പോലത്തെയാണ്. ടിസാനാണ്. ഓർത്തോപെഡിക്സ് പ്രാക്ടീസിൽ ഭയങ്കര കോമൺ ആണ്. ലോ ബാക്ക് ഏക്കിന് യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. സിർഡാലൂട്ട് എന്നൊക്കെ പറഞ്ഞ ഡ്രഗുണ്ട്. സിർഡാലൂട്ട് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഡിസീനസ് ഒക്കെ വരാം, നല്ല മയക്കം വരാം, ഡ്രൗസിനെസ് ഒക്കെ കോമൺ സൈഡ് എഫക്റ്റ് ആണ്. അത്ര പേഷ്യൻസിന് അത്ര ടോളറേറ്റ് ചെയ്യുന്ന ഡ്രഗ് അല്ല ശരിക്കും ഇത്. സ്റ്റിറോയിഡ്സ് ആണ്. കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് വളരെ പോപ്പുലറാണ്. അതുപോലെ തന്നെ വളരെ എന്താ പറയുന്നത് സേഫാണ്. അതേസമയം മിസ്യൂസ് ചെയ്യപ്പെടുന്നതും എന്നാൽ എമർജൻസിയിൽ ഒരുപാട് യൂസ് വരുന്നതും ഉള്ള ഡ്രഗാണ്. ബേസിക് മെക്കാനിസം ആക്ഷൻ സ്റ്റിറോയിഡ്സ് ഒരു ഫീലിംഗ് ബോഡിയിൽ ഒരു ഫീലിംഗ് ഓഫ് വെൽബീയിങ് കിട്ടുന്നുണ്ട്. സ്റ്റിറോയിഡ് ഇൻഫ്ലമേഷൻ കുറച്ച് കളയും. എവിടെ എന്ത് ഇൻഫ്ലമേഷൻ ഉണ്ട് അതെല്ലാം കുറയ്ക്കും. ഇൻഫ്ലമേഷൻ കുറയുമ്പോൾ ആക്റ്റീവ് കൊണ്ടുള്ള ഇൻഫ്ലമേഷൻ ആണെങ്കിൽ ഇൻഫ്ലമേഷൻ പലപ്പോഴും പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. അപ്പം ബോഡിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇൻഫ്ലമേഷൻ വരുന്നത്. പക്ഷേ അത് സ്റ്റിറോയിഡ്സ് നമ്മൾ യൂസ് ചെയ്ത് അത് അബോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രോബ്ലം ഇൻഫെക്ഷൻ വേഴ്സൺ ചെയ്യും. അപ്പോൾ സ്റ്റിറോയിഡ്സ് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ആക്റ്റീവ് ഇൻഫെക്ഷൻ റൂൾ ഔട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ സ്റ്റിറോയിഡ്സ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. സ്റ്റിറോയിഡ്സിൻ്റെ ഏറ്റവും നാച്ചുറൽ ഫോം ഹൈഡ്രോകോർട്ടിസോണാണ്. ഹൈഡ്രോകോർട്ടിസോണിൻ്റെ ഇത് ട്രേഡ് നെയിംസ് എന്ന് പറയുമ്പോഴേക്ക് ഇത് എഫ്കോളിൻ ഇഞ്ചക്ഷൻസ് ആണ്. ഇഞ്ചക്ഷൻ മാത്രമേ ഉള്ളൂ ഹൈഡ്രോകോർട്ടിസോൺ യൂഷ്വലി അവൈലബിൾ. അപ്പോൾ ഇഞ്ചക്ഷൻ 100 mg ആണ് യൂഷ്വൽ ഡോസ്. ആസ്മ ഈസ് ദ മോസ്റ്റ് ഡെഫിനറ്റ് ഇൻഡിക്കേഷൻ. ആസ്മയിലെ മെയിൻ കമ്പോണൻറ്റ് ഇതാണ്, ഈ ഇൻഫ്ലമേഷനാണ്. അപ്പോൾ ആ ഇഞ്ചക്ഷൻ ഹൈഡ്രോകോർട്ടിസോൺ ആക്ടിവിറ്റി ഇതിന് കൊടുക്കാം. പക്ഷേ ഷോർട്ട് ആക്ടിങ് ആണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. 6th hour 4th hour റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആസ്മയാണ് ഇതിൻ്റെ മെയിൻ ഇൻഡിക്കേഷൻ. പിന്നെ ഉള്ളത് ഡെക്സാമെഥസോൺ എന്ന് പറയുമ്പോഴേക്ക് അഗെയിൻ ആസ്മയില്ല, പക്ഷേ കുറച്ചുകൂടെ ലോങ് ആക്ടിങ് ആണ്. ഡോസ് കുറേ കൂടെ ഹൈപ്പോട്ടൻ്റ് ഇതാണ്. അതേപോലെ ഡോസ് കുറയും. 4 mg 2 mg അങ്ങനെയൊക്കെയാണ് ഡോസ് വരുന്നത്. ഇഞ്ചക്ഷൻസും ടാബ്ലറ്റ്സും ഉണ്ട്. ഡെക്സോണ ടാബ്ലറ്റ്സും ഉണ്ട്. ഇതും സ്റ്റിറോയിഡ്സിൻ്റെ യൂസ് സെയിം ആസ്മയുടെ യൂസ് തന്നെ. പക്ഷേ ഇതിന് കുറച്ചുകൂടെ അഡീഷണൽ സെൻട്രൽ നെർവസ് സിസ്റ്റം, ബ്രെയിനിലെ എഡീമ. ഇപ്പം ബ്രെയിനിലെ എഡീമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂമർ കാരണമൊക്കെ ഉള്ള എഡീമ. അതുപോലെ തന്നെ ബ്രെയിൻ സ്പേസ് ഒക്കുമെയിൽ ലീഷൻസ് പറയും. പെട്ടെന്ന് സഡനായിട്ട് കോണിങ് എന്ന് പറഞ്ഞ് കൊളാപ്സ് ചെയ്യുന്ന പേഷ്യൻ്റ്, അങ്ങനെയൊക്കെയുള്ള വലിയ ബ്രെയിൻ എഡീമ ചിലപ്പോൾ ഒരു കോഴ്സ് ആയിരിക്കാം. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ഡെക്സോണ കൊടുക്കാം. ഡെക്സോണ ബ്രെയിനിൻ്റെ യൂസ് വരുമ്പോൾ കുറച്ചുകൂടെ ഹയർ ഡോസ് കൊടുക്കണം. 10 mg 12 mg ഒക്കെ അതിൻ്റെ മേപ്പോട്ടുള്ളത് കൊടുക്കണം ഇഞ്ചക്ഷൻ. പിന്നെ ബീറ്റാമെത്തസോൺ ഉണ്ട്. ചീപ്പാണ്, വളരെ ചീപ്പാണ്. ഗവൺമെൻറ് സപ്ലൈയിൽ മിക്കവാറും ബീറ്റാമെത്തസോൺ ആയിരിക്കും. ബെഡ്നിസോൾ എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സും ഉണ്ട്, ഇഞ്ചക്ഷൻസും ഉണ്ട്. അപ്പോൾ അത് അഗെയിൻ ആസ്മയിലാണ് ഇതിൻ്റെ ഈ സ്റ്റിറോയിഡ്സിൻ്റെ എല്ലാ യൂസിൻ്റെ ആസ്മയിലാണ് മെയിനായിട്ട് യൂസ്. അതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി യൂസ് വരാം. എവിടെയുള്ള ജോയിൻറ്റ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ലോക്കൽ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ജോയിൻറ്റ് ഇഞ്ചക്ഷൻ കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു, ഇൻഫെക്ഷൻ ഫ്ലെയർ അപ്പ് ചെയ്യും, മോശമാവും, ഇൻഫെക്ഷൻ വേഴ്സൺ ചെയ്യും. രണ്ടാമത്തെ സൈഡ് എഫക്ട്സ് ഇത് കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ഒരുമാതിരി കുഷിങ് ഫീച്ചേഴ്സ്. കുഷിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒബീസിറ്റി, അതുപോലെ ഈ സ്കിൻ ഈസിലി റപ്ചർ ചെയ്യുക, സ്കിൻലെസ് ട്രൈ,
ഡയബറ്റോജനിക് ആണ്, ഷുഗർ കൂടും, ബി പി കൂടും, സൈക്യാട്രിക് ഡിസ്റ്റർബൻസസ് വരും, അതുപോലെ തന്നെ അൾസർ പ്രോബ്ലംസ് വരാം, ഗ്യാസ്ട്രിക് വയറിനകത്ത് ബ്ലീഡിങ്, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരാം. ഇങ്ങനെ മൾട്ടി സിസ്റ്റം സൈഡ് എഫക്ട്സ് ഒരുപാടുണ്ട് സ്റ്റിറോയിഡ്. പക്ഷേ അതെല്ലാം വരുന്നത് കുറേ നാൾ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ സ്റ്റിറോയിഡ്സ് കുറേ നാൾ യൂസ് ചെയ്യേണ്ട ഇൻഡിക്കേഷൻ ഇപ്പം സ്റ്റിറോയിഡ് സിവിയർ ആസ്മ, ക്രോണിക് ുള്ള ആസ്മ. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ ആസ്മയിൽ കൂടുതൽ അവർ ലോക്കലി ആക്ടിങ് സ്റ്റിറോയിഡ്സ്, ഇപ്പം ഈ ഇൻഹേൽഡ് സ്റ്റിറോയിഡ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ലോങ് ആക്ടിങ് ഓറൽ സ്റ്റിറോയിഡ്സ് എടുക്കുന്നില്ല. പക്ഷേ സ്റ്റിറോയിഡ്സ് എടുക്കേണ്ട ആവശ്യങ്ങൾ ഇനിയും വരാം. ചിലപ്പം മൾട്ടി സിസ്റ്റം ഡിസീസ്, ചിലപ്പം ക്രോണിക് ആർത്രൈറ്റിസ്, മറ്റോട് ആർത്രൈറ്റിസ്, ഇങ്ങനെയുള്ളവർക്ക് സ്റ്റിറോയിഡ്സ് കുറേ നാൾ എടുക്കുന്നുണ്ട്. അവർക്കെല്ലാം ഈ സ്റ്റിറോയിഡ്സിൻ്റെ സൈഡ് എഫക്ട്സ് കുറേ നാൾ എടുക്കുമ്പോൾ ഉള്ള സൈഡ് എഫക്ട്സ് വരാം. അതാണ് പ്രശ്നമുള്ളത്. പിന്നെ പ്രെഡ്നിസോളോൺ ഓറൽ സ്റ്റിറോയിഡ്, നല്ല പ്രിപ്പറേഷനാണ് പ്രെഡ്നിസോളോൺ. അതിന് ഈ പറഞ്ഞ പോലെ ഡോസ് യൂഷ്വലി 5 mg 10 mg. ഒംനാകോർട്ടിലുണ്ട്, ഒംനാകോർട്ടിലും സക്സിമെഡ്, വൈസലോൺ, ഒംനാകോർട്ടിലും വൈസലോണുമാണ് ഇതിൻ്റെ ഡ്രഗ് മെയിൻലി. അപ്പം അത് നമുക്ക് 5 mg 10 mg ഒക്കെ കൊടുക്കാം. 10 mg ചിലപ്പോൾ 3 നേരം കൊടുക്കുന്നത് ഡിപ്പെൻസ്. അതുകൊണ്ട് കണ്ടീഷൻ, ഇപ്പം നെഫ്രോട്ടിക് സിൻഡ്രോം, റീനൽ ഡിസീസ് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ പിന്നെ അതിൽ വേറൊരു നല്ല ഇൻഡിക്കേഷൻ ബെൽസ് പാരാലിസിസ് ആണ്. മുഖത്തിൻ്റെ ഒരു സൈഡ് പാരലൈസ്, അക്യൂട്ട് പാരലൈസിസ്. യൂഷ്വലി ഇതിനെ പറയുന്നത് ഒരു ബെൽസ് പാരാലിസിസ്. ഇതിന് നമ്മൾ വൈസലോൺ യൂഷ്വലി ആദ്യം 60 mg തുടങ്ങി 1 മാസത്തിനുള്ളിൽ അത് പതുക്കെ ടേപ്പർ ചെയ്യുന്നത് 1 മാസത്തോളം കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് യൂസ് ഉണ്ട് ഈ പ്രെഡ്നിസോളോൺ. പ്രെഡ്നിസോളോൺ ഓറലി അവൈലബിൾ ആണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ യൂസ്. കണ്ടമാനം യൂസ്. പ്രെഡ്നിസോളോൺ പലപ്പോഴും ആസ്മാറ്റിക്സ് പ്രെഡ്നിസോളോൺ പറ്റുന്നത് ആസ്മാറ്റിക്സ്. ഈ ആസ്മയുടെ മെയിൻ മെക്കാനിസം ഇൻഫ്ലമേഷനാണ്, എയർവേ ഇൻഫ്ലമേഷൻ. അപ്പോൾ പ്രെഡ്നിസോളോൺ അല്ലെങ്കിൽ ബെഡ്നിസോളാണ് ഗവൺമെൻറ് ഡിസ്പെൻസറി പലപ്പോഴും അവൈലബിൾ. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ അവരുടെ ആസ്മ കുറയുന്നതായിട്ട് ഇവർ തന്നെ റെക്കഗ്നൈസ് ചെയ്യും. ഡോക്ടർ ചിലപ്പോൾ കൊടുത്ത ഒരാഴ്ചത്തേക്കായിരിക്കും. പക്ഷേ ഇവരെന്താ വെച്ചാൽ ഇത് വാങ്ങിച്ച് കിട്ടുന്ന തക്കത്തിന് ഇത് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് പലരും ബെഡ്നിസോൾ കുറേ വർഷങ്ങളെടുത്ത് കുഷിങ് ഫീച്ചേഴ്സ്, സ്റ്റിറോയിഡിൻ്റെ ഓവർ ഹൈപ്പർ കോർട്ടിസോൾ എന്ന് പറയുമ്പോൾ, കോർട്ടിസോളിസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ബ്ലോട്ട് ഭയങ്കര ഒബീസ്. അപ്പം ഇവർ പലപ്പോഴും സ്കിൻ പ്രോബ്ലംസ്, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ന്യൂ ഓൺസെറ്റ് ഡയബറ്റീസ്, അതുപോലെ തന്നെ ഡിപ്രഷന്, സൈക്കാട്രിക് പ്രോബ്ലംസ്, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ലാൻഡപ്പ് ചെയ്യും. അപ്പോൾ ഇവരുടെ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കി, അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ തന്നെ കാണത്തില്ല. അവർ പലപ്പോഴും ബെഡ്നിസോൾ വാങ്ങിച്ച് ആസ്മയ്ക്ക് എന്തെങ്കിലും മെഡിസിൻ സ്ഥിരമായി എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് അവർ കാണിക്കുന്ന സ്ട്രിപ്പിനകത്ത് ബെഡ്നിസോൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ, പക്ഷേ ആ സ്റ്റിറോയിഡ് സഡൻ നിർത്താനും പറ്റില്ല. കാരണം ഇവർ ഓൾറെഡി ബോഡി അത് ഡിപ്പെൻഡായി. പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പം ഇവർക്കൊരു ക്രൈസിസ് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യും. ഹൈപ്പോ കോർട്ടിസോളിസം, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതിൻ്റെ ക്രൈസിസ് പെട്ടെന്ന് ചിലപ്പോൾ. അതുകൊണ്ട് ഇത് ഈ പെട്ടെന്ന് നിർത്താനും പറ്റില്ല, ടേപ്പർ ചെയ്തൊക്കെ നിർത്താൻ നോക്കുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളത്. പ്രെഡ്നിസോളും കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് ആരും അങ്ങനെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ ബെഡ്നിസോളാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ബെഡ്നിസോളാണ് ഏറ്റവും കോമൺ സൈഡ് എഫക്ട് ഈ പറഞ്ഞതാണ് പ്രെഡ്നിസോളിൽ. സൈഡ് എഫക്ട്സ്, അക്യൂട്ടായിട്ട് സൈഡ് എഫക്ട്സ് വരുന്നതാണ്. ഇപ്പോൾ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനൊക്കെയാണ് കോമൺലി. പ്രെഡ്നിസോളോൺ ടാബ്ലറ്റ് എടുത്തിട്ട് ഗ്യാസ്ട്രിക് ഇറിറ്റൻ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റിറോയിഡിൻ്റെ എല്ലാം മെയിൻ സൈഡ് എഫക്ട്സ് ഇത് സ്ലോ ആക്ടിങ് ആണ്. കുറേ നാൾ എടുക്കുമ്പോഴാണ് സൈഡ് എഫക്ട്സ് വരുന്നത്. അക്യൂട്ടായിട്ട് യൂഷ്വലി അങ്ങനെ വരാറില്ല, സൈഡ് എഫക്ട്സ് വരാറില്ല. പിന്നെ തൈറോക്സിൻ, ഇനിയിപ്പോൾ നമ്മൾ തൈറോയിഡ് ആൻഡ് ആൻറ്റി തൈറോയിഡ് ഡ്രഗ്സ്, അതിപ്പോൾ പറയാം. തൈറോയിഡ് ആൻറ്റി തൈറോയിഡ് തൈറോക്സിൻ മാത്രം നോക്കിയാൽ മതി. അതും അഗൈൻ ചീപ്പാണ് സാധനം. ചുമ്മാ തൈറോക്സിൻ പ്രിപ്പയർ ചെയ്യാൻ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഒരു ചീപ്പായിട്ട് കിട്ടും. തൈറോക്സിൻ എടുക്കുന്നതിൽ നമ്മൾ തൈറോക്സിൻ്റെ ഇൻഡിക്കേഷൻ ഹൈപ്പോ തൈറോയിഡിസം, കോമൺ സിറ്റുവേഷൻ ഹൈപ്പോ തൈറോയിഡിസം തന്നെയാണ്. പലരുടെ എസ്പെഷ്യലി ഫീമെയിൽസിൽ കോമൺ ഉള്ള ഹൈപ്പോ തൈറോയിഡിസമാണ്. അവർക്ക് തൈറോക്സിൻ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. 50 mg 100 mg ഒക്കെയാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഈ പലപ്പോഴും ഈ ടാബ്ലറ്റ് എടുത്തിട്ട് ഇവർ ചുമ്മാ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നടക്കും. ചിലപ്പോൾ അത് തൈറോയിഡിൻ്റെ ഓവർ ആക്ഷൻ കൊണ്ട് പലപ്പോഴും ലാൻഡ് ചെയ്യും. ഓവർ ആക്ഷൻ്റെ എഫക്ട്സ്, തൈറോയിഡ് ഓവർ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളിന് ടാക്കിക്കാർഡിയ, പാൽപിറ്റേഷൻ, ഉറക്കക്കുറവ്, ഉണങ്ങി വരുന്നു, ഇതൊക്കെയാണ്. വിശപ്പ് ഉണ്ട്, പക്ഷേ ഫുഡ് കഴിക്കുന്നതനുസരിച്ച് ഡയറിയ, പിന്നെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, ഇതാണ് തൈറോയിഡ് ഓവർ ആക്ഷൻ. അണ്ടർ ആക്ഷൻ എന്ന് പറയുമ്പോൾ തണുത്തിരിക്കുന്നു. തൈറോയിഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ തണുത്തിരിക്കുന്നു, ഒബീസിറ്റി, വെയിറ്റ് ഗെയിൻ, അതിൽ എഡീമ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്നു. എഗെയിൻ മെൻസ്ട്രൽ ഡിസ്റ്റർബൻസ് രണ്ടിലും വരാം. അപ്പോൾ ഇതാണ് ഹൈപ്പോ തൈറോയിഡിസം. ഹൈപ്പോ തൈറോയിഡിസം നമ്മൾ തൈറോക്സിൻ പ്രിസ്ക്രൈബ് ചെയ്യും. കൊടുത്തു കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അൺമോണിറ്റേഡ് കുറേ നാൾ എടുത്തു കഴിയുമ്പോൾ അവർക്ക് തൈറോക്സിൻ ഓവർ ഇതുകൊണ്ടും വരാം. ബേസിക്കലി ഇവർക്കൊക്കെ വേണമെങ്കിൽ ഒരു തൈറോയിഡ് ലെവലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മനസ്സിലായി, TSH, ഫ്രീ തൈറോയിഡും FT4, T3, T4 ഇത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ലെവൽ അറിഞ്ഞിട്ട് എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അറിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നതായിരിക്കും നല്ലത്.
തൈറോക്സിൻ അതിൻ്റെ പ്രിപ്പറേഷൻസ് എൽട്രോക്സിൻ ആണ്. ഇപ്പോൾ തൈറോനോം എൽട്രോക്സിൻ ആണ്. 25 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 100 വരെ ഉണ്ട്. 100-ലൊക്കെ ചിലപ്പോൾ കാർഡിയാക് ടോക്സിറ്റി ഒക്കെ വരാം. ടാക്കി കാർഡിയൊക്കെ കണ്ടവന് കൂടിയിട്ട് ചിലപ്പോൾ 150 to 100 ഒക്കെ എടുക്കുന്നവർക്ക് വരാം. ഇങ്ങനെ വരാം. ആൻറ്റി തൈറോയ്ഡ് വേണമെന്നില്ല, കാരണം അത് അത്ര കോമൺലി പ്രിസ്ക്രൈബ്ഡ് അല്ല. ഇതാണ് അതിൻ്റെ മെത്തിമെസോൾ കാർബിമെസോൾ ഒക്കെയാണ് ഡ്രഗ്. അതിൻ്റെ ഈ പറഞ്ഞത് അത് ഹൈപ്പർ തൈറോയിഡ്സിനകത്ത് ഡ്രഗ് കൊടുത്ത് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഡ്രഗ്സ് എടുക്കുക. അതിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. നല്ല സൈഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഗ്രാനുലോസൈറ്റോപീനിയ. അതായത് ഗ്രാനുലോസൈറ്റോപീനിയ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആളുടെ ബ്ലഡ് കൗണ്ട് ഒക്കെ കുറഞ്ഞിട്ട് ആളിന് പെട്ടെന്ന് ഇൻഫെക്ഷൻ, ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്നതെന്നാണ് ഇവരൊക്കെ നമുക്ക് നോക്കേണ്ടത്. ആർക്ക് ഈ ആൻറ്റി തൈറോയ്ഡ് ഡ്രഗ്സ് മെത്തിമെസോൾ കാർബിമെസോൾ ഒക്കെ എടുക്കുന്നത്. ഹൈപ്പർ തൈറോയിഡ്സിന്റെ മെഡിസിൻ എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. മെത്തിമെസോളിനൊക്കെയാണ് അതിന്റെ ഡ്രഗ്. ത്രോട്ട് ഇൻഫെക്ഷൻ അവർക്ക് വന്നാൽ അപ്പോഴേ നമ്മൾ കൗണ്ട് ഒരെണ്ണം വിടുക, ബ്ലഡ് കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് കൗണ്ടിൽ കണ്ടവനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഡ്രഗിൽ ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് സാഹചര്യം ഉണ്ടാകും. എൽട്രോക്സിന്റെ സൈഡ് എഫക്ട്സ് തൈറോയിഡിന്റെ ആക്ടിവിറ്റി കൂടുന്നതുകൊണ്ടുള്ള സൈഡ് എഫക്ട്സേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ് ഇപ്പോൾ പറയണോ? പറയാനില്ല. ഡയബറ്റിക് ഇൻസുലിൻ ഉണ്ട്. ഇൻസുലിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ ഇൻസുലിൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഇൻസുലിൻ അലർജി ഉണ്ടെങ്കിൽ ഇൻസുലിൻ എടുക്കാൻ ഒക്കില്ല അവർക്ക്. അത് 8 തവണ എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അത് ഒരു ഇഷ്യൂ ആവില്ല. പക്ഷേ അത് വെയിറ്റ് ഗെയിൻ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഇൻസുലിന്. ഹൈപ്പോഗ്ലൈസീമിയാണ് കോമൺ സൈഡ് എഫക്ട്സ്. ഇൻസുലിൻ്റെ ഡോസ് ചിലപ്പം പലപ്പോഴും ഓവർ ആക്ടിങ് ചെയ്തിട്ട് ആൾ തളർന്ന് വീണിട്ടായിരിക്കും വരുന്നത്, ബോധക്കേട്. ഹൈപ്പോഗ്ലൈസീമിയുടെ എഫക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ബോധം അറിയുക, ടാക്കിക്കാർഡിയ, സ്വെറ്റിങ്, ഡിസീനെസ്, ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഒക്കെയാണ്. സ്വെറ്റിങ് നല്ലൊരു പ്രധാന ഇതാണ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു ഇൻസുലിൻ എടുക്കുന്ന ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് സ്വെറ്റ് ചെയ്ത് ബോധമെല്ലാം ഇടുന്ന നമ്മൾ അപ്പോഴേ ഗ്ലൂക്കോസോ ഡെക്സോസോ എന്തെങ്കിലും ഉള്ള സാധനങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഓറൽ സ്വീറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. പല ടൈപ്പ് പ്രിപ്പറേഷൻ ഉണ്ട്. ഷോർട്ട് ആക്ടിങ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇൻസുലിൻ റെഗുലർ എന്ന് പറയും. അപ്പം ലോങ് ആക്ടിങ് എന്ന് പറയുമ്പോൾ 30-70 എന്ന് പറയുന്ന ഒരു പ്രിപ്പറേഷനാണ്. അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ്. അപ്പോൾ റെഗുലർ ഉണ്ട്, ലോങ് ആക്ടിങ് ഉണ്ട്, 2 ടൈപ്പ് പ്രിപ്പറേഷൻ ആവുകയാണ്. പിന്നെ ഇപ്പോൾ പെന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പെന്നിനകത്താകുമ്പോൾ അത് പ്രീ ലിസ്റ്റ് ഇതാണ്. അത് അവരത് ജസ്റ്റ് അതിന് ടൈട്രേറ്റ് ചെയ്തൊക്കെ എടുക്കാൻ എളുപ്പമാണ് അവർക്ക്. ഇൻസുലിൻ എടുക്കാനായിട്ട് എളുപ്പമാണ്. പിന്നെ ഇൻസുലിൻ ലോങ് ആയിട്ട് എടുക്കുമ്പം സൈറ്റിനകത്ത് പല ലൈപ്പോഡിസ്ട്രോഫി എന്നൊക്കെ പറഞ്ഞാൽ ലോക്കൽ സൈഡ് എഫക്ട്സും വരാം. കോമൺ സൈഡ് എഫക്ട് ഹൈപ്പോഗ്ലൈസീമിയാണ് ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത്. ഡയബറ്റീസിൻ്റെ ഡോസ് ടൈട്രേഷനാണ്, ഓരോരുത്തർക്കും ഓരോ ഡോസാണ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി കണ്ടുപിടിച്ച് ആ ഡോസിൽ എടുത്തിട്ടേ കാര്യമുള്ളൂ. നമ്മൾ കുറച്ച് നാളത്തെ പരിശ്രമം വേണം, ഒരാഴ്ചയെങ്കിലും മിനിമം എടുക്കണം അത് ടൈട്രേറ്റ് ചെയ്യാനായിട്ട്. ഡെയിലി മോണിറ്ററിങ് എല്ലാം വേണ്ടി വരും, കറക്റ്റ് ഡോസ് ഉണ്ടാകുന്നതിന്. പിന്നെ ഓറൽ ഇതുണ്ട്, ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഏജൻസി, OHA എന്നാണ് ഷോർട്ട് ഫോം. അത് സ്റ്റാർട്ട് ചെയ്യുമ്പം മെറ്റ്ഫോമിനെ പറ്റി പറയാം ആദ്യം. മെറ്റ്ഫോമിൻ എന്ന് പറയുമ്പോൾ മെറ്റ്ഫോമിനാണ് കോമൺലി യൂസ്ഡ്. കുറച്ച് ഒബീസ് ഡയബറ്റിക്സിലാണ് മെറ്റ്ഫോമിൻ യൂസ് ചെയ്യുന്നത്. മെറ്റ്ഫോമിൻ്റെ കോമണസ്റ്റ് പേര് ഗ്ലൈസിഫേജ് എന്നാണ്. 500 mg മുതൽ 3 gram വരെ യൂസ് ചെയ്യാം ഒരു ദിവസം. അപ്പം ഈ 500 mg ഇപ്പോൾ ചിലപ്പോൾ സ്ലോ റിലീസ് പ്രിപ്പറേഷൻ അവൈലബിൾ ആണ്, നൈറ്റിൽ മാത്രം ടാബ്ലറ്റ് എടുക്കണം. ഈ ഹൈപ്പോഗ്ലൈസീമിയ കുറവാണ്. ഹൈപ്പോഗ്ലൈസീമിയ മെറ്റ്ഫോമിന് വളരെ കുറവാണ്. സത്യം പറഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കില്ല. അതുകൊണ്ട് ഇത് ഫുഡിന് മുന്നേ തന്നെ എടുക്കണമെന്നില്ല, ഫുഡിന് ശേഷം അങ്ങനെയൊന്നുമില്ല. വെയിറ്റ് കുറച്ച് കുറയ്ക്കും, വിശപ്പ് കുറച്ച് കുറയും. പിന്നെ കോമ്പിനേഷൻസ് ഉണ്ട്. ഗ്ലൈബൻ ക്ലമൈഡ്, മെറ്റ്ഫോമിൻ, ഗ്ലൂക്കോ റെഡ് എന്നൊക്കെ പറയുന്ന ടാബ്ലറ്റ് ഉണ്ട്. ഗ്ലൈബൻ ക്ലമൈഡ് മെറ്റ്ഫോമിന് വേണ്ടി ഇതുമായിട്ട് ഗ്ലൈബൻ ക്ലമൈഡ് എന്ന് പറയുന്ന വേറെ ഡ്രഗാണ്. ഇപ്പം രണ്ടാമത്തെ ഗ്രൂപ്പ് കോമൺലി പ്രിസ്ക്രൈബ് പണ്ട് പോലെ കഴിയുന്ന ഡ്രഗാണ് ഗ്ലൈബൻ ക്ലമൈഡ്. ഡയോണിൽ എന്ന് പറയുന്ന ഡ്രഗാണ് ഗ്ലൈബൻ ക്ലമൈഡ്. ഇതിൻ്റെ വെളിയിലത്തെ പേര് ഗ്ലൈബ്യൂറൈഡ് എന്ന് പറയുന്നത്. ഗ്ലൈബ്യൂറൈഡ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഒരു മിനിറ്റ്, വായിക്കാത്ത കയറിപ്പോയി അടഞ്ഞു പ്രശ്നം അവിടെ മാറി. അപ്പോൾ ഡയോണിൽ 2.5 mg, 5 mg, 10 mg ഇതൊക്കെ അവൈലബിൾ ആണ്. ഇത് ഈ ഡയോണിൽ നല്ല ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കുന്ന ഡ്രഗാണ്. ഇപ്പോൾ ഡയോണിൽ കഴിച്ചിട്ടുള്ള ഹൈപ്പോഗ്ലൈസീമിയായിട്ട് വരുന്ന പേഷ്യൻ്റ് ആദ്യം ചെയ്യേണ്ട ഡെസ്ട്രോസ് കൊടുത്തിട്ട് ഈ ഡ്രഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് 2 ദിവസമെങ്കിലും സ്റ്റോപ്പ് ചെയ്തിരിക്കണം മിനിമം. കുറച്ച് ലോങ് ആക്ടിങ് ആണ്. അതിൻ്റെ ആക്ഷൻ നിൽക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നം ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ്. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഏറ്റവും പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ആൻറ്റി ഡയബറ്റിക് ഡ്രഗ് ഗ്ലൈമിപ്രൈഡ് ആണ്. ഇതിൻ്റെ മറ്റേതിനേക്കാളും കുറച്ചുകൂടി നല്ല പ്രൊഫൈലാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഡോസ് 1 mg, 2 mg ഒക്കെയാണ്. അപ് ടു 4 mg ഒക്കെ ഡോസ് വരാറുണ്ട് ഒരു ദിവസം. മാക്സിമം 6 mg ആണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടമാനം ട്രേഡ് നെയിംസ് ഉണ്ട്. അമാറി, അസൂലിക്സ്, ഗ്ലൈപ്രൈഡ്, എല്ലാ കമ്പനീസും ഇപ്പോൾ ഇറക്കുന്നുണ്ട്. ഗ്ലൈമിസ്റ്റാർ, കണ്ടമാനം ഡ്രഗ്സ് വരുന്നുണ്ട്. ഇത്തിരി കോസ്റ്റ്ലിയാണ്.
പിന്നെ കോമ്പിനേഷൻ ഗ്ലൈമിപ്രൈഡ് മെറ്റ്ഫോമിൻ അഗൈൻ ക്യാൻ ബി കമ്പൈൻഡ്. കോമ്പിനേഷൻസും ഇഷ്ടം പോലെ ഉണ്ട്. അമാരൽ എം ഉണ്ട്, ഗ്ലൂക്കോനോം ജി ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ഡ്രഗ്സ് ഉണ്ട്. ഡയനോം എന്നൊക്കെ പറയുന്ന ഗ്ലൂഫോർമിൻ അങ്ങനെയൊക്കെ പറയുന്ന ഡ്രഗ്സ് ഉണ്ട്. കോമ്പിനേഷൻ മിക്കവാറും ഈ കോമ്പിനേഷൻ വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അത് 2 ഡ്രഗും കാണാറുണ്ട് പലപ്പോഴും. ഇതാണ് ആന്റി ഡയബറ്റിക്. പോപ്പുലർ ആയിട്ടുള്ള ആന്റി ഡയബറ്റിക് ഡ്രഗ്സ് ഇത് രണ്ടുമാണ്, മെറ്റ്ഫോമിനും ഗ്ലൈമിപ്രൈഡുമാണ് മെയിനായിട്ട്. പയോഗ്ലിറ്റസോൺ ഉണ്ട്. ഇതിനും അമാരലിനും ഗ്ലൈമിപ്രൈഡിനും സൈഡ് എഫക്റ്റ് ഓൾമോസ്റ്റ് സെയിം ആസ് ഗ്ലൈന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, അത് ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ട്, പക്ഷെ റെയർ ആണ് സൈഡ്. ഇത് മെറ്റ്ഫോമിനാണ് സൈഡ് എഫക്ട്സ് ഏറ്റവും കുറവ്, ഹൈപ്പോഗ്ലൈസിമിയ ഏറ്റവും കുറവ്. മെറ്റ്ഫോമിന് വെയിറ്റ് ലോസ് ആണ്, ഇൻസുലിന് വെയിറ്റ് ഗെയിൻ ആണ്. പിന്നെ പയോഗ്ലിറ്റാസ് എന്ന് പറഞ്ഞ ഡ്രഗ് ഇപ്പോൾ പോപ്പുലർ യൂസ് ചെയ്ത് വരുന്നത്. അതിന് വേറെ എൻ്റയർലി ഡിഫറെൻറ്റ് മെക്കാനിസം ആക്ഷൻ ആണ്. 15 മില്ലിഗ്രാം 30 മില്ലിഗ്രാം ഒക്കെ ഉണ്ട് ഡോസ്. പാത്ത്, പയോഗ്ലിറ്റ്, പയോസ് ഇതൊക്കെയാണ് ഷുഗർ ലെവൽ മാത്രമല്ല ആണ്. അത് എങ്ങനെയെങ്കിലും കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ഏത് ഡ്രഗ് എങ്ങനെയെങ്കിലും യൂസ് ചെയ്യാം. പയോഗ്ലിറ്റേഴ്സ് പക്ഷേ എഡീമ ഉണ്ടാക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പയോഗ്ലിറ്റേഴ്സ് എഡീമ ഉണ്ടാക്കും, ഡയനിൽ നിന്ന് ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ടാക്കും. ഹൈപ്പോഗ്ലൈസിമിയ മാത്രമേ ഉള്ളൂ. അതാണ് ഡേഞ്ചറസ്ലി ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ടായിക്കളയാൻ ചിലപ്പോൾ ഡയനിൽ പോലെ. ഡയനിൽ ഉള്ള ഒരു ഹൈപ്പോഗ്ലൈസിമിയ വരാൻ ചാൻസ് കൂടുതലാണ്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. പിന്നെ അഗെയിൻ ഈ 3 ഡ്രഗും കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഇത് 3 ഡ്രഗ് കമ്പൈൻ കമ്പൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കോമ്പിനേഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അത് കഴിഞ്ഞു, ഡയബറ്റീസ് കഴിഞ്ഞു. ഇനി വേറെ ഏതാണ്? ഇവിടെ ഇൻഫെക്ഷൻസ് ആൻഡ് ആന്റിബയോട്ടിക്സ് എഴുതിയിട്ടുണ്ട്. അമോക്സിലിൻ ഒരു ബ്രോഡ് സ്പെക്ട്രം. ഇപ്പൊ എല്ലാ മിക്ക ആന്റിബയോട്ടിക്സ് നമ്മൾ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് എന്നും അല്ലാത്തതെന്ന് ആന്റിബയോട്ടിക്സ്. ബ്രോഡ് സ്പെക്ട്രം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഇതങ്ങ് ചാർജ് ചെയ്യാൻ ചാർജ് ഇല്ല, ട്രെയിനിൽ കയറുമ്പോൾ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. അമോക്സിലിൻ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു ആന്റിബയോട്ടിക്, പെൻസിലിൻ ഗ്രൂപ്പിൽ പെടുന്നതാണ്. 500 മില്ലിഗ്രാം മുതൽ 1 ഗ്രാം 3 നേരം വരെ കൊടുക്കാം. അപ്പോൾ ക്യാപ്സൂൾസ് ആണ് അവൈലബിൾ. പെൻസിലിൻ അലർജി ഉള്ളവർക്ക് കൊടുക്കാൻ നോക്കില്ല, ചെറിയ ഡയറി ഉണ്ടാക്കാം. ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ചുമ്മാ ഒരു ഇൻഫെക്ഷൻ എവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്രോഡ് സ്പെക്ട്രം മിക്കവാറും അത് അമോക്സിലിൻ കവർ ചെയ്യാം. അതിനാണ് ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് രണ്ടും റെസ്പിറേറ്ററി UTI വൂണ്ട് ഇൻഫെക്ഷൻ എല്ലാത്തിനും കൊടുക്കാം അമോക്സിലിൻ 3 നേരം കറക്റ്റ് 5 ഡേയ്സെങ്കിലും മിനിമം കൊടുത്തിരിക്കണം. അമോക്സിലിൻ ലാക്ടോബാസിലസ് കോമ്പിനേഷൻ കണ്ടവനുണ്ട്. അമോക്സിലിൻ ട്രേഡ് നെയിം അമോക്സ്, മോക്സിക്കൈൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമോക്സിലിൻ ക്ലാവിലാനേറ്റ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ഉണ്ട്. അതാകുമ്പോൾ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആണ്. ക്ലാവിലാനിക് ആസിഡ് കോമ്പിനേഷൻ, മോക്സിക്കൈൻഡ്, CV, ഓഗ്മെൻറ്റിൻ എന്നൊക്കെ പറയുന്ന ഡ്രഗ്സാണ്. അപ്പോൾ ആ ഡ്രഗ്സ് 2 നേരം കൊടുത്താൽ മതി. അതിന് കുറെ കൂടെ എഫിഷ്യൻ്റ് ആണ്, കുറെ കൂടെ റെസിസ്റ്റൻസ് പ്രോബ്ലംസ് ഒക്കെ മാറിക്കിട്ടും അത് എടുത്തു കഴിയുമ്പോൾ. ഓഗ്മെൻറ്റിൻ, ക്ലാവം അതൊക്കെയാണ് കോസ്റ്റ്ലിയാണ്, കണ്ണാനും കോസ്റ്റ്ലിയാണ്. ക്ലാവിലാനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴേക്ക് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ എനിക്കൊന്ന് നല്ലൊരു വൂണ്ട് ഇൻഫെക്ഷൻ ഉണ്ട്, നമുക്ക് പേഷ്യൻ്റ് വൂണ്ട് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓഗ്മെൻറ്റിൻ അനദർ പേര്. അപ്പോൾ ഇതൊക്കെ ഇത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല. കോസ്റ്റ്ലിയാണ്, കണ്ടാനും കോസ്റ്റ്ലി. അമോക്സിലിനേക്കാളും 10 ടൈംസ് കോസ്റ്റ്ലിയാണ് ഇത് വരുന്നത് ശരിക്കും. സൈഡ് എഫക്ട്സ് തന്നെ മറ്റേ അമോക്സിലിൻ ക്ലോക്സഫിലിനുണ്ട്. ക്ലോക്സഫിലിൻ എന്ന് പറയുമ്പോൾ സ്റ്റഫൈലോകോക്കസ് ഓറിയസിൻ്റെ ഇൻഫെക്ഷൻ കുറേ കൂടെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ അത് മോക്ലോക്സ്, നോവക്ലോക്സ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ 4 നേരം എടുക്കണം ശരിക്കും പറഞ്ഞാൽ. 3 നേരം എടുത്താൽ അമോക്സിലിൻ 3 നേരം മതി. അപ്പോൾ 3 നേരം വൂണ്ട് ഇൻഫെക്ഷൻ നല്ലതാണ് അമോക്സിലിൻ ക്ലോക്സഫിലുണ്ട്. അമോക്സിലിൻ വന്നതുകൊണ്ട് ആംബിസിലിൻ കുറച്ചുകൂടെ പുറകോട്ടായിട്ടുണ്ട്. ആംബിസിലിൻ വലിയ യൂസ്ഫുൾ, പക്ഷേ ചീപ്പാണ്. കുറച്ചുകൂടെ ഇഞ്ചക്ഷൻ ഉണ്ട്, ഇഞ്ചക്ഷൻ ഫോം ആംബിസിലിൻ അവൈലബിൾ. ഇഞ്ചക്ഷൻ ചീപ്പാണ്, പക്ഷെ 3 നേരം കൊടുക്കണം, 4 നേരം കൊടുക്കണം. 500 to 1 ഗ്രാം 6th hourly കൊടുക്കാം. റോസിലിൻ, ആംബിസിലിൻ ഇഞ്ചക്ഷൻ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. ഇങ്ങനെ ആംബിസിലിൻ ക്ലോക്സഫിലിൻ കോമ്പിനേഷൻ ഉണ്ട്. അതിനകത്ത് ആംബോക്സിൻ ഉണ്ട്, ആംബിലോക്സ് ഉണ്ട്, അസിത്രോമൈസിൻ ഓർലി അവൈലബിൾ. ഒരു ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് മാക്രോലൈഡ് എന്ന് പറയുന്ന 2 റെസ്പിറേറ്ററി ഇൻഫെക്ഷന് കൊള്ളാം. എസ്പെഷ്യലി അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷന് കൊള്ളാം. 500 മില്ലിഗ്രാം 250 മില്ലിഗ്രാം ആണ്.
ലോങ് ഡ്യൂറേഷൻ 3 ദിവസം കഴിക്കാം. ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് നമുക്ക് കുറച്ച് ദിവസം കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആസ്ട്രോമിസിൻ കൊടുക്കാം. ഡെയിലി 1 വെച്ച് കഴിച്ചാൽ മതി. അതൊന്നുമില്ല 3 ദിവസം കഴിച്ചതിൻ്റെ എനിക്ക് ഡ്യൂറേഷൻ ഏതാണ്ട് 5 ദിവസത്തോളം നിന്നോളും ബോഡിയിൽ. 3 ദിവസം കൊടുത്തിട്ട് വേണം നിർത്താവുന്ന ടാബ്ലറ്റ് ആണ്. അസിട്രാൽ ATM എന്നൊക്കെ പറഞ്ഞ് ട്രേഡ് നെയിംസ് വരും. പിന്നെ സെഫഡ്രോക്സിൽ ഇപ്പോൾ വളരെ ഒരു സെഫലോസ്പോറിൻസ് ഇപ്പം നല്ല എന്താ പറയുക ഒരു കുറേ കൂടെ കൺവീനിയൻ്റ് ആണ് കൊടുക്കാൻ. പലപ്പോഴും BD ഡോസൊക്കെ മതി, ചീപ്പറായി വരുന്നു. അതുപോലെ സൈഡ് എഫക്ട്സും കുറച്ചുകൂടെ കുറവാണ്. അപ്പം ഓഡോക്സിൽ ഉണ്ട്, ഡ്രോക്സിൽ ഉണ്ട്, 250 500 mg BD 2 നേരം കൊടുത്താൽ മതി. അങ്ങനെയൊക്കെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതിന്. സെഫാലെക്സിൻ, ഫെക്സിൻ എന്നൊക്കെ പറയുന്ന ടാബ്ലറ്റ്സ് ഉണ്ട്. സെഫാലെക്സിൻ ഇതെല്ലാം അഡൽട്ടിലും പീഡിയാട്രിക്കിലും സിറപ്പും ഉണ്ട്, ടാബ്ലറ്റ്സും ഉണ്ട്. അപ്പം ഡോസ് ഇതിൻ്റെ വരുന്ന 250 365. അപ്പം അത് ഫെക്സിൻ, റിഫ്ലക്സിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്പോറിഡെക്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. സ്പോറിഡെക്സ് ഡിസ്പോസിബിൾ ടാബ്ലറ്റ്, ക്യാപ്സ്യൂൾ, സിറപ്പ് എല്ലാം ഉണ്ട്. സ്പോറിഡെക്സ് കൂടുതൽ പീഡിയാട്രിക് യൂസിൽ വരുന്നുണ്ട്. ഫെക്സിൻ കിഡ് ടാബ്, അഡൽട്ട് ടാബ് ഉണ്ട്. അഡൽട്ട് ടാബിലേക്ക് 500 mg 2 നേരം കൊടുക്കേണ്ടി വരും. അഗെയിൻ പെൻസിലിൻ്റെ സൈഡ് എഫക്ട്സ് മിക്കതിനും ഇതിനുമുണ്ട്. അപ്പോൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു പെൻസിലിനുള്ളവർ, അതായത് അലർജി ടു പെൻസിലിനുള്ളവർക്ക് കഴിവതും സെഫലോസ്പോറിൻസും കൊടുക്കാതിരിക്കുക. അപ്പം അങ്ങനെ സെഫസോളിൻ എന്ന് പറഞ്ഞാൽ വേറൊരു അഗെയിൻ സെഫലോസ്പോറിൻ ആൻറ്റി ഇതാണ്. റെഫ്ലിൻ ഒക്കെയാണ് അതിൻ്റെ ട്രേഡ് നെയിം. ഇഞ്ചക്ഷൻസ് മാത്രമാണ് സെഫസോളിൻ ഉള്ളത്. അഡ്മിറ്റഡ് പേഷ്യൻസിൽ ഒരു കരിമ ഇഞ്ചക്ഷൻ ഉണ്ട്, അതായത് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ട്, നമുക്ക് ഇഞ്ചക്ഷൻ തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ റെഫ്ലിൻ 500 mg IV 3 times എങ്കിലും കൊടുക്കേണ്ടി വരും. സർജറി വാർഡിൽ ഒരുപാട് യൂസ് ഉണ്ട് ഇതിന്. സെഫിപ്പൈൻ 4th ജനറേഷൻസ് ആണ് സെഫലോസ് പറയുന്നത്. അതിൻ്റെ 4th ജനറേഷനാണ് സെഫിപ്പൈൻ. കോസ്റ്റ്ലിയാണ് കുറേ കൂടെ. അതുപോലെ തന്നെ ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. സെഫിപ്പൈൻ ഒക്കെ ഉണ്ട്. സെഫിപ്പൈൻ കൊടുക്കാറുണ്ട് ഇപ്പം. സെഫിപ്പൈൻ 4th ജനറേഷൻ ആകുമ്പോൾ കുറച്ചുകൂടെ അതിന് സ്വിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇഞ്ചക്ഷൻ ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്. പിന്നെ ട്രെയിനിൽ നോക്കണ്ട, സെഫിപ്പൈൻ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു ഡോസ് വരുന്നത് ഒരു 12 BD ഡോസാണ് വരുന്നത്. 1 gram 0.5 to 1 gram ഡെയിലി കൊടുക്കാം. നല്ല കാര്യം ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൊടുക്കാം. സെഫിക്സിൻ ഭയങ്കര ഫ്രീക്വൻ്റ്ലി പ്രിസ്ക്രൈബ്ഡ് ഒരു ഓറൽ മെഡിസിൻ ആണ് ഇപ്പം. അതൊരു ഓറൽ സെഫലോസ്പോറിൻ ഇപ്പോൾ ആരെങ്കിലും ബ്ലൈൻഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെഫിക്സിൻ ആണെന്ന് തോന്നുന്നു. 200 mg BD ആണ് ഡോസ്. മഹാസെഫ് ഉണ്ട്, അതിൽ ഓംനാടാക്സ് O ഉണ്ട്, പിന്നെ ടാക്സിൻ O എന്നൊക്കെ പറയുന്നത്. O എന്ന് പറയുമ്പോൾ ഓറൽ സെഫലോസ്പോറിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മിക്കവാറും സെഫോടാക്സിനും സെഫ്ട്രാക്സിനും ഒക്കെ ഇഞ്ചക്ഷൻ സാറിന് ഫ്രീക്വൻ്റ്ലി കൊടുക്കുന്നത്. അത് കൊടുത്തിട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഓറലിലോട്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് 3 ദിവസം കഴിഞ്ഞ് വാർഡിൽ വീട്ടിൽ വിടുമ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ സെഫിക്സിൻ എഴുതി കൊടുക്കാറുണ്ട്. അത് ബാക്കിയുള്ള ദിവസം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. സെഫോടാക്സിൻ, ടാക്സിൻ അത് ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. ഇഞ്ചക്ഷൻ 1 gram തോർലി ഉണ്ട്, അങ്ങനെയൊക്കെ കൊടുക്കാം. പിന്നെ നല്ല സെഫ്ട്രാക്സോൺ ആണ്. സെഫ്ട്രാക്സോൺ കണ്ടവനും ബ്രോഡ് സ്പെക്ട്രം ഇത് വളരെ ഏറ്റവും ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് മെഡിസിൻസിൽ ഒന്നാണ് സെഫ്ട്രാക്സോൺ. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് വാർഡിൽ നമുക്കൊരു പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്തിട്ട് ആൻറ്റിബയോട്ടിക് IV കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെഫ്ട്രാക്സോൺ 1 gram IV OD അല്ലെങ്കിൽ BD ഡിപ്പെൻസ് ഓൺ ഇപ്പോൾ ടൈഫോയിഡ് ഫീവറിൻ്റെയൊക്കെ ഡ്രഗ് നല്ല കോമൺലി യൂസ്ഡ് ഡ്രഗാണ് സെഫ്ട്രാക്സോൺ. ടൈഫോയിഡ് ആകുമ്പോൾ ഡോസ് കുറച്ചുകൂടെ കൂട്ടിക്കുന്നതാണ്. 2 gram IV BD. മെനിഞ്ചൈറ്റിസ് സെഫ്ട്രാക്സോൺ 2 gram IV BD അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം C-Try കണ്ടവന് ട്രേഡ് നെയിംസ് ഉണ്ട്, ഇഷ്ടം പോലെ കമ്പനീസ് ഇറക്കുന്നുണ്ട്. ഏറ്റവും സെഫ്ട്രാക്സ്, C-Try, കെഫ്ട്ര ഒക്കെയാണ് പോപ്പുലർലി നോൺ ബ്രാൻഡ്സ്. പവർസെഫ്, മോണോസെഫ് ഒക്കെ നല്ല ബ്രാൻഡാണ് കമ്പനീസാണ്. അഗെയിൻ ഇതൊക്കെ വേറെ കോമ്പിനേഷൻസ് ഒക്കെ വേറെ വരുന്നുണ്ട്. ഈ സെൽബാക്ടം എന്നൊക്കെ പറയുന്ന ഡ്രഗുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്യും. സിപ്രോഫ്ലോക്സിൻ എന്ന് പറയുമ്പോൾ ഒരു ക്വിനോളോൺ എന്ന് പറഞ്ഞാൽ വേറൊരു ഗ്രൂപ്പിൽപ്പെട്ട ആൻറ്റിബയോട്ടിക്. അപ്പോൾ ഇതിന് കുറേ കൂടെ GI ആൻഡ് യൂറിനറി എഫക്ട്സ് കുറച്ചുകൂടെ ഉണ്ട്. GI ട്രാക്ട് ഡിസോർഡേഴ്സും അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനൊക്കെ കുറേ കൂടെ സിപ്രോഫ്ലോക്സിൻ്റെ പ്രോബ്ലം കുഞ്ഞുങ്ങളിൽ കഴിവത് അവോയ്ഡ് ചെയ്യാം. പിള്ളേരിൽ കഴിവത് അവോയ്ഡ് ചെയ്യാം. ബോണിൻ്റെ ഒക്കെ പ്രോബ്ലം, കാർട്ടിലേജ് പ്രോബ്ലം ഒക്കെ വരാൻ ചാൻസ്. കാർട്ടിലേജിൻ്റെ ഫോർമേഷൻ ടൈമിൽ
ബോൺ ഫോർമേഷൻ ടൈമിൽ പ്രശ്നമാണ്. അതുകൊണ്ട് സിപ്രോഫ്ലോക്സിൻ ഡോസ് 250 മില്ലിഗ്രാം 500 മില്ലിഗ്രാം ഇവിയും കൊടുക്കാം. ഓറൽ ടാബ്ലറ്റ്സ് ഉണ്ട്. അങ്ങനെയാണ് ഒരുപാട് ട്രെയിൻ നെയിംസ് ഉണ്ട്. സിപ്ലോക്സ്, സിപ്രോബയോട്ടിക്, അങ്ങനെയാണ് എൻ്റെ ട്രെയിൻ നെയിംസ് വരുന്നത്. പിന്നെ കോമ്പിനേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. ശ്രീത്തെ ഒരു മിനിറ്റ് സ്റ്റോപ്പ് ചെയ്ത് ഒരു കാര്യം നമുക്ക് ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്തിരിക്കുക. കുഴപ്പമില്ല. ഓക്കെ, ഞാൻ അവരെ ഒന്ന് വിളിച്ചില്ലെങ്കിലേ ഇറക്കം പാടാവും. കാരണം സ്ത്രീ അവിടെ എത്തിയാൽ പോരാ, 2:30 ഇറങ്ങണം. അതാണ് നമ്മൾ ഇനി റിസ്ക് എടുക്കുന്ന പാടാണ്. ഇപ്പോൾ ടിക്കറ്റിനും നമുക്ക് എല്ലാത്തിനായിട്ട് പോയി നിൽക്കണമെങ്കിലേ അല്ലേ, ഒരു കഴിവത് 2 എന്നൊക്കെ വിചാരിച്ചാലോ. കാരണം ഓക്കെ ഓക്കെ, അപ്പം നമുക്കിനി ടൈം കുറവാണ്. ഓക്കെ, റെക്കോർഡ് ചെയ്യണം അപ്പോൾ. ആക്കാം, പുള്ളി ഇപ്പോൾ എടുക്കോ, കുഴപ്പമില്ല. അല്ല, നമ്മൾ അങ്ങനെ റിസ്ക് വേണ്ട. കാരണം വെച്ചാൽ നമ്മൾ അവിടെ ചെന്ന് ശരി ടിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ എത്ര ഡോക്സിസൈക്ലിൻ ഒരു കോമൺലി ചീപ്പ് ഡ്രഗാണ്. ഡോക്സിസൈക്ലിൻ ഒരു ആൻറ്റിബയോട്ടിക് ടെട്രാസൈക്ലിൻ ഗ്രൂപ്പ് ഇവിടുന്ന്. സൈഡ് എഫക്ട്സ് ഭയങ്കര കോമൺ ആണ്. ഈ ഗ്യാസ്ട്രൈറ്റിസും അതുപോലെ ഇത് ചെറിയ ടാബ്ലറ്റാണ്, തൊണ്ടയിൽ സ്റ്റിക്ക് ചെയ്തിരിക്കും. ചിലപ്പോൾ ഈസോഫാഗസിൽ ഇരുന്നാൽ അവിടെ നല്ല അൾസറേഷനൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ചോണം. വെള്ളം കുടിക്കാൻ പറയണം ടാബ്ലറ്റ് എടുത്തിട്ട്. അപ്പം ഇത് 100 മില്ലിഗ്രാം OD BD ഒക്കെ കൊടുക്കാം. ഒരു നമ്മുടെ ലെപ്റ്റോസ്പൈറോസിസ് മാതിരിയുള്ള ഡ്രഗ് ഈ ഇൻഫെക്ഷനൊക്കെ ചിലപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം എന്താ കോട്ടയം ഏരിയയിലൊക്കെ ലെപ്റ്റോ കോമൺ ആണ്. എറണാകുളം കോട്ടയം സൈഡിലൊക്കെ ലെപ്റ്റോസ്പൈറോസിസ് കോമൺ ആണ്. അപ്പോൾ അവിടെ ഒരു പേഷ്യൻ്റ് ഫീവറായിട്ട് വന്ന് ലെപ്റ്റോ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്സിസൈക്ലിൻ 1 കോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതാണ് അതിൻ്റെ വേറെ ഇതാണ്. സെപ്ട്രാൻ ചീപ്പാണ്. സെപ്ട്രാൻ ഒരു കോമ്പിനേഷൻ ഇതാണ് ശരിക്കും. സെപ്ട്രാൻ എന്ന് പറയുന്നത് ഡ്രഗ് 2 എണ്ണമാണ്. ഡ്രഗിനേക്കാളും പേരാണ് കോമൺ, സെപ്ട്രാൻ്റെ ഒരു പ്രശ്നം. സെപ്ട്രാനേക്കാൾ ഇപ്പോൾ ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് വേറെ ഉണ്ട്. സെപ്ട്രാൻ ചിലപ്പം ഡേഞ്ചറസ് സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇതുണ്ട് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം ഉണ്ട്. സ്കിന്നിൽ വരുന്നൊരു പ്രോബ്ലം, സൈഡ് എഫക്ട്സ് സിവിയർ റിയാക്ഷൻ വന്നിട്ട് വരാം. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ആളിൻ്റെ ലൈഫ് ത്രെട്ടണിങ് ആണ്. അതുകൊണ്ട് അതിപ്പം സെപ്ട്രാൻ കഴിവും പേടിച്ചാണ് എല്ലാവരും കൊടുക്കുന്നത്. അവോയ്ഡ് ചെയ്യാവുന്ന ഒരു ഡ്രഗാണ്. ഇപ്പോൾ വേറൊരു ഡ്രഗ് ലിവോഫ്ലോക്സിനാണ്. ലിവോഫ്ലോക്സിൻ നേരത്തെ പറഞ്ഞ സിപ്രോഫ്ലോക്സിൻ പോലത്തെ ഡ്രഗാണ്. ഇപ്പോൾ ഇത് ഏറ്റവും ഫ്രീക്വൻ്റ്ലി പ്രിസ്ക്രൈബ് ഡ്രഗിലൊന്നാണ് ലിവോഫ്ലോക്സിൻ. ലിവോഫ്ലോക്സിൻ OD ഡോസാണ്, കൺവീനിയൻറ്റ് 500 മില്ലിഗ്രാം OD. റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ കൊടുക്കാം. ലിവോള എന്നൊക്കെ പറഞ്ഞ് ലിവോഫ്ലോക്സ്, ലിവോസൈഡ് ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ട്രെയിൻ നെയിംസ് വരുന്നത്. അഗെയിൻ സിപ്രോഫ്ലോക്സിൻ പോലത്തെ സൈഡ് എഫക്ട് പ്രൊഫൈലൊക്കെയാണ് ഇതിന്. ഒരു റെസ്പിറേറ്ററി ആൻറ്റിബയോട്ടിക് വേണം പറയാം. ന്യൂമോണിയക്കൊക്കെ വേണമെങ്കിൽ ഒരു കോഴ്സ്. ന്യൂമോണിയ വെച്ചാൽ ഓറലി ട്രീറ്റ് ചെയ്യാവുന്ന ന്യൂമോണിയ ആണെങ്കിൽ, അല്ലെങ്കിൽ ലോ റെസ്പിറേറ്ററി ബ്രോങ്കൈറ്റിസിനൊക്കെ ലിവോഫ്ലോക്സിൻ ഒരു കോഴ്സ് കൊടുക്കാം. 500 മില്ലിഗ്രാം OD × 5 days കൊടുക്കാം. ഇതൊരു ബ്രോങ്കൈറ്റിസ് ഒരാൾ വരുന്നു അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസിന്. മെട്രോജിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് മെട്രോജിലിന് റെസ്പിറേറ്ററി ഇൻഡിക്കേഷൻ വേണ്ട. അത് ഈ പറഞ്ഞ അനേറോബിക് ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ഇതാണ്. സ്ട്രോങ് റെസ്പിറേറ്ററി. അപ്പം ഞാൻ അങ്ങനെ ആ ഒരു ആംഗിളിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഇൻഫെക്ഷൻസ് നമ്മൾ വരുന്നു എന്ന് വെച്ച് ഇപ്പം ഒരാൾക്ക് ഒരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ഫോർ എക്സാമ്പിൾ സൈനസൈറ്റിസ് ആണെന്ന് വെച്ചു. സൈനസൈറ്റിസ് വരുമ്പോൾ ഒരാൾക്ക് സത്യം പറഞ്ഞാൽ അമോക്സിലിൻ 500 മില്ലിഗ്രാം 3 times daily × 5 days കൊടുക്കാം. നമ്പർ 2 അസ്ത്രോമൈസിൻ 500 മില്ലിഗ്രാം OD × 3 days കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ലിവോഫ്ലോക്സിൻ അഗെയിൻ 500 മില്ലിഗ്രാം OD × ഒരു 5 days കൊടുക്കാം. വേറൊരു ഡ്രഗ് ഇപ്പം സെഫലോസ്പോറിൻ ഗ്രൂപ്പിൽ പെട്ടാണെങ്കിൽ സെഫഡ്രോക്സിൽ വേണമെങ്കിൽ കൊടുക്കാം. 500 മില്ലിഗ്രാം BD × 5 days കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അപ്പർ റെസ്പിറേറ്ററിക്ക് ഉണ്ട്. ലോ റെസ്പിറേറ്ററി ആകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിച്ചോണം. ന്യൂമോണിയ ആണോ ബ്രോങ്കൈറ്റിസ് മാത്രമാണോ എന്നുള്ളത് നോക്കിയിട്ട് സിവിയറിറ്റി ന്യൂമോണിയ ആണെങ്കിൽ കുറേ പ്ലൂറിറ്റിക് ചെസ്റ്റ് പെയിൻ വരാം. അതുപോലെ നമ്മൾ ഫൈൻഡിങ്സ് ഉണ്ട്, ബ്രോങ്കിൽ ബ്രീത്തിങ് ഫൈൻഡിങ്സ് വരാം. ആൾ സിക്കായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഫീവറിഷ് ആയിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻ്റാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു കോഴ്സ് ഇഞ്ചെക്റ്റബിൾ സെഫലോസ്പോറിൻ സെഫ്ട്രാക്സോൺ 1 gram BD വെച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ വേണേൽ ഒരു സെഫലോസ്പോറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സാധനം കമ്പൈൻ ചെയ്യാറുണ്ട്. 2 മാക്രോലൈഡ്, അതായത് ക്ലാരിത്രോമൈസിൻ വേണം. അതിൽ ഇഞ്ചെക്റ്റബിളും ഉണ്ട് ഓറലും ഉണ്ട്.
അല്ലെങ്കിൽ അസ്ട്രോമൈസിൻ പ്ലസ് സെഫലോസ്പോറിൻ കൊടുക്കാം. ഇതൊരു 3 days എടുത്തിട്ട് ആളുടെ ജനറൽ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോൾ നമ്മളിത് മാറ്റി ഓറലാക്കാം. ഓറലാക്കുമ്പോൾ സെഫലോസ്പോറിൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വരെ സെഫിക്സിം ഓറൽ അവൈലബിൾ ആണ്. ടാക്സിൻ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ. പിന്നെ കൊടുക്കാവുന്ന വേറെ ഡ്രഗ് മോക്സിക്കൈൻഡ് എന്ന് പറഞ്ഞ പോലെ ക്ലാവം കോമ്പിനേഷൻ, അമോക്സിലിൻ പ്ലസ് കാവലാനൈഡ് കോമ്പിനേഷൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഓഗ്മെന്റിൻ അല്ലെങ്കിൽ ക്ലാവം എന്നൊക്കെ പറഞ്ഞ ഡ്രഗ്സ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതാകുമ്പോൾ നമ്മൾ ആ ഡ്രഗ് ഇഞ്ചെക്റ്റബിളും ഉണ്ട്. അപ്പോൾ സിവിയർ ഇൻഫെക്ഷൻസ് വേണമെങ്കിൽ അതും കൊടുക്കാം. പക്ഷേ ഇതാണ് നമുക്ക് ന്യൂമോണിയയിലും അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ത് വേണമെങ്കിലും കൊടുക്കാം. സിപ്രോഫ്ലോക്സിൻ ഓറൽ കൊടുക്കാം. സിവിയർ IV, ഇപ്പോൾ IV കൊടുക്കേണ്ട തിക്കായിട്ട് കിടക്കുന്നു ആണെങ്കിൽ IV സിപ്രോഫ്ലോക്സിൻ കൊടുക്കാം. എങ്കിൽ GA ഇൻഫെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഡയറിയുമായിട്ടുള്ള അതിന് സിപ്രോഫ്ലോക്സിൻ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് യൂഷ്വലി അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ ആൻറ്റിബയോട്ടിക്. പിന്നെ വൂണ്ട് ഇൻഫെക്ഷൻ ആണെങ്കിൽ അഗൈൻ അമോക്സിലിൻ. ഞാൻ ഓരോന്നിനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സിപ്രോഫ്ലോക്സിൻ ആണെങ്കിൽ സിപ്ലോക്സ്, സെഫഡ്രോക്സിലാണെങ്കിൽ ഡ്രോക്സിൽ, ഇപ്പോൾ സെഫ്രാക്സിൻ ഉണ്ടെങ്കിൽ ഇഞ്ചെക്റ്റബിളാണ്. ഇപ്പോൾ ഇഞ്ചെക്റ്റബിൾ ആകുമ്പോൾ നമ്മൾ സെഫ്രാക്സിൻ എഴുതിയാലും ഫാർമസിക്കാർ അവർ എന്തായാലും നല്ല ബ്രാൻഡ് തന്നെ കൊടുക്കും. മോണോസെഫ് പേഷ്യൻ്റ് സെഫിക്സിൻ ഓറലാണെങ്കിൽ അത് മഹാസെഫ് ഉണ്ട്, അതുപോലെ തന്നെ ടാക്സിമോ ഉണ്ട്, മോണോസെഫ് O ഉണ്ട്, അങ്ങനെ ഓന്ന് എഴുതിയിരിക്കുന്നത് അതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലിവോഫ്ലോക്സിൻ ആണെങ്കിൽ ലിവോള ഉണ്ട്, ലിവോഫ്ലോക്സ് ഉണ്ട്, എൽസിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. അസ്ട്രോമൈസിൻ അസിത്രാൽ ATM അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്നിനും ട്രേഡ് നെയിംസും നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പറയുന്നുണ്ട്. പിന്നെ ടെട്രാസൈക്ലിൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ പുതിയ ഡ്രഗ്സ് ഇപ്പോൾ ഡോക്സിസൈക്ലിനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഹൈഫൈ ഡ്രഗ്സ് പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇമിപ്പനം അങ്ങനെയുള്ള. അതെ, പിന്നെ TB ഡ്രഗ്സ് ഉണ്ട്, എത്താംബ്യൂട്ടോൾ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ടിക്ക് ചെയ്തിരിക്കും. പക്ഷേ എനിക്ക് അത്ര ഒരു എസെൻഷ്യൽ ആയിട്ട് തോന്നില്ല. TB ഡ്രഗ്സിനെ പറ്റി ഓർത്താൽ മതി. TBക്ക് മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതിനകത്ത് എത്താംബ്യൂട്ടോൾ ഒഴികെ ബാക്കി കോമ്പിനേഷൻ ആണല്ലോ TBക്ക്. കമ്പൈൻ കീമോതെറാപ്പി എപ്പോഴും മൾട്ടി ഡ്രഗ് ആണല്ലോ. അപ്പോൾ അതിനകത്ത് മിക്ക ഡ്രഗ്സിനും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകും. റിഫാംബിസിൻ, INH എല്ലാം ഹെപ്പറ്റോടോക്സിക്കാണ്. പൈറനസെലമൈഡ് അതെല്ലാം ഹെപ്പറ്റോടോക്സിക്. അപ്പോൾ ഇവർക്ക് ഹെപ്പറ്റൈറ്റിസ് വന്നിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അതിൻ്റെ കാരണം ചിലപ്പോൾ ATT ആയിരിക്കാം. അത് ശ്രദ്ധിച്ചോണം. ചിലപ്പോൾ ആ ഡ്രഗ് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഒരു പ്രശ്നമുള്ളത്. TB ഡ്രഗ്സ് ആൻറ്റിഫംഗലാണ്. നമ്മൾ ഓറൽ അത് ആൻറ്റിഫംഗൽ മാത്രം, അല്ലെങ്കിൽ ലോക്കലി ആക്ടിങ് ഓർത്താൽ മാത്രം മതി. ഗ്രീസിയോഫോളിനൊന്നും ഇപ്പോൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഫ്ലൂക്കണസോളാണ് ഇപ്പോഴത്തെ ഏറ്റവും നല്ല ഡ്രഗ്. ഫ്ലൂക്കണസോളിന് ഒരുപാട് ട്രെയിൻ നെയിം ഉണ്ട്. AF-150 ആണ് അതിൻ്റെ ഡോസ്. അതുപോലെ തന്നെ ഫ്ലൂക്കാന്, സിസ്കാന്, അതെല്ലാം അതിൻ്റെ ഡോസ് യൂഷ്വലി വരുന്നത് ഡെയിലിയോ അല്ലെങ്കിൽ വീക്ക്ലി വൺസ് വെച്ച് കുറേ നാൾ കഴിക്കേണ്ടി വരും. ആൻറ്റിഫംഗൽ ഫ്ലൂക്കണസോൾ നടത്താൻ മതി. അത് ക്യാപ്സ്യൂളുണ്ട്, ക്യാപ്സ്യൂളാണ് മെയിൻലി. അത് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ 2 weeks അല്ലെങ്കിൽ മന്ത്സോളം, വീക്ക്ലി വൺസ് വെച്ച് മന്ത്സോളം ഒക്കെ എടുക്കേണ്ടി വരും. പിന്നെ അഗെയിൻ ലോക്കൽ ഓയിൻമെൻറ്റും ഇതിനെല്ലാം അവൈലബിളാണ്. മൈക്രോണോസോൾ, ഫ്ലൂക്കണോസോളൊക്കെ ഓയിൻമെൻറ്റും അവൈലബിളാണ്. ഓയിൻമെൻറ്റ് ഞാൻ നോക്കട്ടെ, അതെനിക്ക് ഇപ്പം മൈക്രോണോസോളാണെങ്കിൽ എന്താ പറയുന്നത്, സോൾ ഉണ്ട്, കാൻഡിഡ് ക്രീം എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. കാൻഡിഡ് ക്രീമിനകത്ത് സോൾ ക്രീമിന് അത് ആ ഗ്രൂപ്പ് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് ട്രേഡ് ന്യൂസ് കൊണ്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ആന്റി മലേറിയ. നമുക്കിവിടെ മലേറിയ വലിയ പ്രശ്നമാണ്. അത് ആന്റി മലേറിയ ആണ്. അതെല്ലാം അത് ഇത് ഡൈതൽ കാർബോസിൻ ആകുമ്പോഴേക്ക് നമ്മുടെ ഈസ്നോഫീലിയ പ്രോബ്ലംസിനൊക്കെ കൊടുക്കാം. അതുപോലെ അഗെയിൻ എന്താ പറയുക, ഫൈലേറിയൽ എഡീമോവലസസ് ഇതിനൊക്കെ കൊടുക്കാം. ഹെട്രസൻ, DC, ബാനോസൈഡ് ഒക്കെയാണ് അതിൻ്റെ 100 mg 3 നേരം വെച്ചിട്ട് ഒരാഴ്ച 2 ആഴ്ച കൊടുക്കേണ്ടി വരും. പിന്നെ മെബൻഡസോൾ അനദർ ആന്റിവോം പ്രിപ്പറേഷനാണ്. അത് ഒറ്റ ഡ്രഗ് ഒരു ദിവസം എടുത്തിട്ട് അത് രാത്രി എടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ ഒന്നും എടുത്താൽ മതി. അങ്ങനെയുള്ളൊരു എന്താ ജെൻഡലുണ്ട്. പിന്നെ മെബൻഡസോൾ ഉണ്ട്. മെബൻഡസോൾ അറിയാമല്ലോ, മെബെക്സ് 100 mg 3 days എടുക്കാം. പിന്നെ ആന്റിവൈറൽ ഡ്രഗിനകത്ത് ഒരു ബ്രോഡ് സ്പെക്ട്രം ആന്റിവൈറൽ അസിക്ലോവിർ ആണ്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഒസൽറ്റാമാവിർ ഉണ്ട്. ഒസൽറ്റാമാവിർ ഇപ്പം നമ്മുടെ H1N1 കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലൂവിർ, ടാമി ഫ്ലൂ, ഇതൊക്കെയാണ് അതിൻ്റെ പേരുകൾ. അപ്പോൾ ഇപ്പോഴത്തെ H1N1 എപ്പിഡമിക്ക് കഴിയുന്നവരെങ്കിലും ആ ഡ്രഗ് അവൈലബിൾ ആയിരിക്കും. പക്ഷേ നമ്മൾ അസൈക്ലോവിർ കൊടുക്കുന്ന യൂഷ്വലി ഹെർപ്പറ്റിക് ഇൻഫെക്ഷൻസിനാണ്. അപ്പോൾ ചിക്കൻ ബോക്സ് വളരെ ഫ്രീക്വൻ്റ് പ്രിസ്ക്രൈബ് ആണ്.
ഈ വെരിസെല്ല സോസ്റ്ററിന് നമ്മൾ കൊടുക്കുന്നത് 800 milligram 5 times daily into 5 days കൊടുക്കാം. അതിൽ ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ദേഹത്തേക്ക് ഇങ്ങനെ അതിനും കൊടുക്കാം. അതിൽ ബെൽസ് പാരാലിസിസിന് ചുമ്മാ കൊടുക്കാറുണ്ട്. ഇത് വലിയ പ്രൂവൻ റോൾ ഇല്ലെങ്കിലും കൊടുക്കാറുണ്ട്. അസൈക്ലോവർ ഡോസ് 5 times daily 800 milligram. വലിയ സൈഡ് എഫക്ട്സ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വലിയ അപ്പുറത്തേക്ക്. അതിൻ്റെ സോവിറാക്സ് ആണ് അതിൻ്റെ ട്രേഡ് നെയിം. സോവിറാക്സ് ഉണ്ട്, പിന്നെ അസിവീർ ഉണ്ട്. അതൊക്കെ വീർ എന്നുള്ളത് ശ്രദ്ധിച്ചോളാം. ആൻറ്റി വൈറൽ ഡ്രഗ്സ് അത് ആ ഗ്രൂപ്പിൽ പെട്ടതാണ്. പിന്നെ ലാമിവുഡിൻ ഉണ്ട്. ലാമിവുഡിന് HIV-ലും റോളുണ്ട്. അതേസമയം ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ട്രീറ്റ്മെൻറ്റ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസിലോട്ട് പോവുകയാണെങ്കിൽ അവർ ലാമിവുഡിൻ കൊടുക്കാറുണ്ട്. ലാമിവുഡിൻ അതൊരു ആൻറ്റിവൈറൽ ഡ്രഗാണ്. അത് അല്ലാതെ വേറെ ആൻറ്റിവൈറൽ എല്ലാം നമ്മൾ അറിയേണ്ട കാര്യമില്ല. പിന്നെ HIV ട്രീറ്റ്മെൻറ്റിലെ ഡ്രഗ്സാണ് ഇതെല്ലാം. നെവറാപ്പിന്, സ്റ്റാവുഡിന്, പൽസിക്ലോവറൊക്കെ. ജിഡോവുഡിൻ ഒരു HIV-യുടെ ഒരു കോമൺ ഡ്രഗാണ്. സിഡോവുഡിൻ, ലാമിവുഡിൻ, സിഡോവുഡിൻ ഒക്കെ HIV-യുടെ ഡ്രഗ്സാണ്. ജിഡോവുഡിൻ അതിൻ്റെ ട്രേഡ് നെയിംസ് നമുക്ക് പോലും നമുക്കറിയാം. സിഡോവുഡിൻ എഴുതിയ ഡ്രഗ് അവൈലബിൾ ആവേണ്ടതാണ്. അപ്പോൾ ട്രേഡ് നെയിം നമ്മൾ അറിയേണ്ട കാര്യമില്ല. കഴിഞ്ഞു വാക്സിൻസ് ഒക്കെയാണുള്ളത്. NSAIDs ഇതെല്ലാം നമ്മൾ പറഞ്ഞു. നമുക്ക് ബ്രേക്ക് ചെയ്യാം. കാരണം നമ്മളിനി ചെറുതായിട്ട് എനിക്കൊന്ന് പാക്കിംഗ് ഉണ്ട്. ഞാൻ അതാണ് ഒന്ന് അവസാനം നമ്മളില്ലെങ്കിൽ ഇപ്പം ഒന്ന് പാനിക്. ഞാൻ ഇത് പിന്നെ പറയാം. ഞാൻ ത്രൂ അതെ നെറ്റ് വഴി റെക്കോർഡിംഗ് ആയി അതായത് കാണിക്കാതെ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അല്ല അത് അതിനകത്ത് ക്ലിക്ക് ചെയ്യണം.